നമസ്കാരം. നിഷ് ഓൺലൈൻ ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധന പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കുറിച്ചുമുള്ള ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തി വരുന്നത്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് മുഴുനീളെ സൈൻ ലാംഗ്വേജ് പരിഭാഷ ലഭ്യമാകുന്നതാണ്. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി PS എന്ന ID ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നിഷിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയും ലൈവ് സ്ട്രീം വഴി ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെയും ഈ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. കാഴ്ചക്കുറവും കാഴ്ചയില്ലായ്മയും എന്ന വിഷയത്തിൽ ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് തിരുവനന്തപുരം പ്രിസൈസ് ഐ കെയർ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഒപ്തോൾമോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനിത പ്രഭാകരനാണ്. ഡോക്ടർ അനിത മാഡത്തിന് 14 വർഷം കുവൈറ്റ് ജോലി ചെയ്യുകയും കാരക്കോണം CSI മെഡിക്കൽ കോളേജിൽ 4 വർഷം അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. നിലവിൽ പ്രിസൈസ് ഐ കെയർ ഹോസ്പിറ്റൽ പീഡിയാട്രിക് ഒപ്തോൾമോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആണ് മാഡം. ഈ മേഖലയിലെ മാഡത്തിന്റെ പരിചയസമ്പത്ത് തീർച്ചയായും നമ്മുടെ ഇന്നത്തെ സെഷന് നല്ലൊരു മുതൽക്കൂട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി എല്ലാവരും പൂരിപ്പിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. സെഷൻ കൈകാര്യം ചെയ്തതിനായി ഡോക്ടർ അനിത മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ, അതായത് കാഴ്ചക്കുറവും കാഴ്ചയില്ലായ്മയും എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാനിവിടെ ഒരു 2 സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ വലതുഭാഗത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം 2018 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അതിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 1.3 ബില്യൺ ആളുകൾക്ക് മാത്രമാണ് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് 220 കോടി ആളുകൾക്ക് ഡിസ്റ്റന്റ് വിഷൻ അല്ലെങ്കിൽ നിയർ വിഷൻ അല്ലെങ്കിൽ രണ്ടിനും, അതായത് ദൂരക്കാഴ്ച അല്ലെങ്കിൽ അടുത്ത കാഴ്ച, ഇവ രണ്ടിനും ബുദ്ധിമുട്ട് നേരിടുന്നവരായിട്ടാണ് കാണുന്നത്. അതിൽ 1 മില്യൺ ആൾക്കാർക്കെങ്കിലും അത് തടയാവുന്നതോ ചികിത്സിക്കാവുന്നതോ ആയിട്ടുള്ള ഒരു കാഴ്ചക്കുറവായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോക്കിന്റെ പ്രസക്തി. അതായത് ഇതിലെ ലീഡിങ് കോസസ് ഓഫ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ കാഴ്ചക്കുറവ് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 റിഫ്രാക്റ്റീവ് എറേഴ്സും കാറ്ററാക്ട്സുമാണ്. നിങ്ങൾക്ക് അറിയാം, കാഴ്ചക്കുറവ് കണ്ണാടി വെച്ചാൽ മാറ്റുന്ന തരത്തിലുള്ള കാഴ്ചക്കുറവ് എത്ര എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിന് ഒരു ഡോക്ടറെ കണ്ട് അല്ലെങ്കിൽ ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ അടുത്തെങ്കിലും ഒരു കണ്ണട വെച്ച് ആ കണ്ണട ഉപയോഗിച്ച് അത് കറക്റ്റായിട്ട് അതിന്റെ ചെക്കപ്പ് ചെയ്ത് കറക്റ്റ് പവർ വെച്ച്, അല്ലെങ്കിൽ ഒരു കാറ്ററാക്ട് വരികയാണെങ്കിൽ ആ കാറ്ററാക്ട് ടെസ്റ്റ് ചെയ്ത് അതിന് വളരെ സുലഭമാണ് ഇന്നത്തെ കാറ്ററാക്ട് സർജറിയുടെ ചികിത്സ. അത് ലഭ്യമാക്കുകയാണെങ്കിൽ 1 ബില്യൺ ആൾക്കാർക്കെങ്കിലും കാഴ്ച നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതിപ്പോ ഇന്ത്യയിലെ മാത്രം കണക്കല്ല, ലോകം മുഴുവനുള്ള ആളുകളുടെ കണക്കാണ്. 36% പേര് വെറും കണ്ണാടി വെക്കേണ്ട ഒരു ആവശ്യം കൊണ്ടും 17% ആളുകൾ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യാത്തത് കൊണ്ടും കാഴ്ചക്കുറവ് അനുഭവിക്കുന്നു എന്നുള്ളതും, ഈ കാഴ്ചക്കുറവ് അല്ലെങ്കിൽ അന്ധത എന്നുള്ളത് എത്രമാത്രം നമുക്ക് ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. അതായത് അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഫിനാൻഷ്യലി എത്രമാത്രമാണ് ബേർഡൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴും ഈ കാഴ്ചക്കുറവ് എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ 50 വയസ്സിൽ കൂടുതലായിട്ടുള്ളവരെ കൂടുതലായിട്ട് ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടും നമുക്ക് ഇതിന്റെ ഓരോ കാര്യങ്ങളിലേക്ക് പോവാം. ആദ്യമായിട്ട് പറയാനുള്ളത്, നമുക്ക് ഈ കാഴ്ചക്കുറവുള്ള എന്തിനാണ് നമ്മൾ ഈ ടോപ്പിക്ക് സംസാരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് തെളിഞ്ഞ് അറിയണമെങ്കിൽ, കാഴ്ചക്കുറവിൽ ഉള്ളവരിൽ 3 മടങ്ങ് കൂടുതലാണ് അൺഎംപ്ലോയ്മെന്റ്, ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പം അത് മാത്രം തന്നെയും നമുക്ക് ഫിനാൻഷ്യൽ, നമ്മുടെ എക്കണോമിക്, സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത ഉണ്ടാക്കുന്നു ഓരോ രാജ്യത്തിനും ലോകമെമ്പാടും.
എന്ന് മാത്രമല്ല ഇവരുടെ കാഴ്ചക്കുറവിന്റെ ചികിത്സയും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അവര് വണ്ടി ഓടിക്കുന്ന ആളുകളുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പണ്ട് വാങ്ങിയതാണ്, എന്നിട്ട് അത് പിന്നെ പുതുക്കാതെയും ഓരോ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ശരിക്കും പ്രോപ്പർ ആയിട്ട് പുതുക്കാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്ക് 3 മടങ്ങ് ചാൻസ് ആണ് റോഡ് ട്രാഫിക് ആക്സിഡൻസ്, അപകടങ്ങൾക്കുള്ള സാധ്യത, അവരുടെ വീഴ്ചയ്ക്കുള്ള സാധ്യത 2 മടങ്ങ് കൂടുതലാണ്. അതുപോലെ ഈ കാഴ്ചക്കുറവുള്ള ആളുകൾ അനുഭവിക്കുന്ന മാനസിക അസ്വസ്ഥത കാരണവും നമ്മുടെ ഈ ഒരു ടോക്കിന് വളരെയധികം പ്രസക്തിയുണ്ട്. ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ അന്ധത എന്നുള്ളത് ഒരു സ്പെക്ട്രമാണ്. അതിന്റെ ഒരറ്റത്ത് നമുക്ക് നോർമൽ വിഷൻ ആയിട്ടുള്ള 6/6 എന്ന് പറയുന്നതും, മറുഭാഗത്ത് തീരെ കാഴ്ചയില്ലാത്ത, വെളിച്ചം പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയും, അതാണ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള ഒരു സ്പെക്ട്രത്തിലാണ് നമ്മുടെ കാഴ്ചക്കുറവ്, അന്ധത എന്നിവ വരുന്നത്. കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് കാഴ്ച കുറവാണ്, പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് കുറച്ചെങ്കിലും ഒക്കെ കാണാം, പക്ഷെ അവരുടെ കാഴ്ച ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഭാഗികമായോ ചില ഭാഗങ്ങളിൽ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, പരിമിതമായിരിക്കുന്ന ഒരവസ്ഥ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് വാഹനം ഓടിക്കാൻ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അവർക്ക് ഈവൻ ഇപ്പോൾ ഒരു റൂമിലോട്ട് കയറി പോവാനോ വായിക്കാനോ അങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് ബുദ്ധിമുട്ട് വരാം. പിന്നെ അതേസമയം നമ്മൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ കാഴ്ചശക്തി പൂർണ്ണമായോ ഏറെക്കുറെ പൂർണ്ണമായോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. നമ്മൾ ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇവിടെ വരുന്നതിന്റെ പല കാരണങ്ങൾ എന്ന് പറയുന്നത് ഗ്ലോക്കോമ, കണ്ണിന് പറ്റുന്ന പരിക്കുകൾ, അല്ലെങ്കിൽ ഒപ്റ്റിക് നാഡിക്ക് പറ്റുന്ന കേടുപാടുകൾ എന്നിവ പലതും ഇത് ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അവസ്ഥകളാണ് നമ്മൾ അന്ധത എന്ന് പറയുന്നത്. ഇവർക്ക് പൂർണ്ണമായിട്ടും കാണാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് വെളിച്ചം തന്നെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും, അതുപോലെ ഇങ്ങനെ വേഗമായിട്ട് കുറച്ച് രൂപങ്ങൾ കാണാം, വസ്തുക്കൾ കാണാം, പക്ഷെ അത് എന്താണെന്ന് അവർ പോലും പറ്റാത്തൊരവസ്ഥ. ഈ 2 അവസ്ഥകൾക്കും പരിചരണം ആവശ്യമാണ്, പിന്തുണ ആവശ്യമാണ്. പക്ഷെ അത് വിവിധ തരത്തിലായിരിക്കും, അത് വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും അതിന് നമുക്ക് ചികിത്സ വേണ്ടി വരുന്നത്. സോ ഇത് നമ്മൾ മനസ്സിലാക്കി, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് ചികിത്സിക്കാമെങ്കിൽ, നമ്മൾ അത് പരിഹരിക്കാമെങ്കിൽ അവർക്കും ബാക്കിയുള്ളവർക്കും വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് വിഷ്വൽ ഇമ്പയർമെന്റ് ഓർ ലോ വിഷൻ അല്ലെങ്കിൽ കാഴ്ചക്കുറവ് എന്ന് പറയുന്നത് വളരെ കാഴ്ചയിൽ കുറവായിട്ട് ഉള്ള ഒരു കാഴ്ച, നമുക്ക് എന്താ പറയാ, ഒരു കാണാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ ഇത് പരിഹരിക്കാൻ പറ്റാത്ത, കണ്ണാടി കൊണ്ടോ നമുക്കല്ലാത്ത വിവിധ ചികിത്സകൾ കൊണ്ട്, ഇപ്പൊ നമ്മൾ പല ലെൻസസ് കൊണ്ടാവാം, ഓപ്പറേഷൻസ് കൊണ്ടാവാം, ലേസേഴ്സ് കൊണ്ടാവാം, ഇഞ്ചക്ഷൻസ് കൊണ്ടാവാം, മരുന്നുകൾ കൊണ്ടാവാം, അങ്ങനെ പല ചികിത്സകൾ കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചക്കുറവിനെയാണ് നമ്മൾ ലോ വിഷൻ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് തരത്തിലുള്ള ബ്ലൈൻഡ്നെസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് വിഷ്വൽ ആക്യുവിറ്റി, കാഴ്ച. നമ്മൾ പറയും, ഇപ്പൊ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊരു സ്നെല്ലൻസ് ചാർട്ടാണ് ഞാൻ ഈ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്നെല്ലൻസ് ചാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിലെ ഓരോ ലെവൽ അനുസരിച്ച് നമുക്ക് എത്രയാണ് കാഴ്ച എന്ന് നമ്മൾ നിശ്ചയിക്കുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ കാഴ്ചക്കുറവ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഫീൽഡ്. ഒരാൾക്ക് ഇപ്പൊ സെൻട്രലി നല്ല വിഷൻ ഉണ്ടാവാം, നടുക്ക് കാണുന്നത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കാം. ഈ ചാർട്ടിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനത്തെ വരി വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് വായിക്കാം, പക്ഷേ ചുറ്റുമുള്ള ഒരു കാര്യവും അവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും പരിസര കാഴ്ച ആണ് നമ്മൾ വിഷ്വൽ ഫീൽഡ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം കുറവാണ്. അപ്പൊ അത് കുറയുന്നതനുസരിച്ചും നമ്മുടെ നമ്മൾ അതിനെ വിഷ്വൽ ഇമ്പയർമെന്റ് എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് പരിസര കാഴ്ച കുറഞ്ഞ് നടുക്ക് മാത്രം കാണുന്ന ഒരു അവസ്ഥയും ആവാം, നടുക്ക് മാത്രം കാണാതെ പരിസര കാഴ്ച കാണുന്ന അവസ്ഥയും ആവാം. സോ അത് നമ്മുടെ വിഷ്വൽ ഫീൽഡിലെ ഡിഫക്റ്റ് ആണ്. മൂന്നാമത്തേത് നമ്മൾ പറയുന്നത് കളർ വിഷൻ ആണ്. പലർക്കും നമുക്കറിയാം കളർ വിഷൻ ഡിഫക്റ്റീവ് ആണ്. പച്ച, മഞ്ഞ, ചുവപ്പ്, നീല കാണാൻ പറ്റാത്ത പല ആളുകളും ഉണ്ട്. വേറെ പലതരത്തിലുള്ള കാഴ്ചക്കുറവുകളുണ്ട്. കോൺട്രാസ്റ്റ് കുറയുന്നതും നൈറ്റ് വിഷൻ കുറയുന്നതും ആയിട്ടുള്ള പല കാഴ്ചക്കുറവുകളും ഉണ്ട്. നമ്മളിപ്പം WHO-യുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. നമ്മൾ ആദ്യം ഇപ്പൊ കാഴ്ചക്കുറവെന്ന് പറയുന്നു, അന്ധത എന്ന് പറയുന്നു. അപ്പൊ അതിനൊരു ഡെഫിനിഷൻ വേണം. അല്ലെങ്കിൽ നമ്മൾ നിയന്ത്രണ പദ്ധതി നിർവചനം എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഈ നിർവചനം എന്ന് പറയുന്നത് ഒരു NPCB, നമ്മുടെ ദേശീയ അന്ധത നിയന്ത്രണ പദ്ധതി ഉണ്ട്. അവരും ഈ WHO-ന്റെ നിർവചനം തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഡെഫിനിഷനിൽ എന്താ പറയുന്നത് വെച്ചാല്, നമ്മൾ നേരത്തെ ഒരു സ്നെല്ലൻസ് ചാർട്ട് കണ്ടല്ലോ, അതിൽ ഏറ്റവും വലിയൊരു അക്ഷരം, നമ്മൾ ഏറ്റവും മുകളിലുള്ള A എന്ന് പറയുന്ന കാണുന്ന ഒരു അക്ഷരം 6 മീറ്റർ ദൂരത്തിലിരുന്ന് കാണാൻ പറ്റിയാൽ നമ്മൾ അതിനെ 6/60 എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു നോർമൽ ആൾക്ക് അത് 60 മീറ്ററിൽ കാണാൻ പറ്റുന്ന
ഒരു ഡിസ്റ്റൻസ് ആണ്, ഒരു അക്ഷരമാണ് 6 മീറ്റർ അളവിൽ ഒരാൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു 10% കാഴ്ച എന്നാണ് നമ്മൾ യൂഷ്വലി അതിനെ പറയുന്നത്. പക്ഷെ ഈ ഒരു 6/60 എന്നുള്ളത് പോലും കാണാതിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അടുത്തത് ഈ ചാർട്ടിനെ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവരും. 6 മീറ്ററിലല്ലേ പറഞ്ഞത്, പിന്നെ 5 മീറ്റർ, 4 മീറ്റർ, 3 മീറ്റർ, 2 മീറ്റർ, 1 മീറ്റർ, അങ്ങനെ ആ ചാർട്ട് അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് എത്രമാത്രം ഏത് ഡിസ്റ്റൻസിൽ അവർക്ക് ആദ്യത്തെ അക്ഷരം കാണുന്നു എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യും. അതിൽ 3 മീറ്ററിൽ വെച്ചാൽ പോലും കാണാൻ പറ്റുന്നില്ല, അതിൻ്റെയും കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്നാൽ 2 മീറ്ററിലോ 1 മീറ്ററിലോ വെച്ചാൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്നാണെങ്കിലും ആ എന്ന അക്ഷരം തീരെ കാണാൻ പറ്റുന്നില്ല, കൈ അനങ്ങുന്നത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, മുഖത്തിന്റെ തൊട്ടടുത്ത് നമ്മൾ കൗണ്ടിങ് ഫിംഗർ വെച്ചാലേ കാണാൻ പറ്റുന്നുള്ളൂ, ഹാൻഡ് മൂവ്മെന്റ്സേ കാണാൻ പറ്റുന്നുള്ളൂ, ലൈറ്റ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ലെസ് ദാൻ 3/60 വിഷൻ. അതായത് നമ്മളിപ്പം ഇവനിപ്പോ ഒരു ചാർട്ട് ഇല്ല, അല്ലാതെ നമുക്കൊന്ന് കാണണം എന്ന് നമുക്ക് അത് നിർവചിക്കണം അല്ലെങ്കിൽ ഒരു ഡിഫൈൻ ചെയ്യണം എന്നാണെങ്കിൽ ഒരാള് അടുത്ത് നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ പറയാം, ഫിംഗർ നമ്മൾ വിരൽ എണ്ണാൻ പറയുമ്പോൾ ഒരു 3 അടിക്ക് അകത്തു വിരൽ കാണിച്ചാലേ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നാണെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴത്തെ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നുള്ളൂ. അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇതിൽ നടുക്കുള്ള പിക്ചർ പോലെ ചുറ്റുമുള്ളതൊന്നും കാണാതെ നടുക്ക് മാത്രം 10 ഡിഗ്രി വിഷ്വൽ ഫീൽഡ് മാത്രം കാണുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ 10 ഡിഗ്രിയിൽ കുറവ് വിഷ്വൽ ഫീൽഡ് കാണുന്നവരെയാണ് നമ്മൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതേസമയം ലോ വിഷൻ അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ കാഴ്ച കുറവ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചാർട്ടിന്റെ ഏറ്റവും താഴത്തെ വരി കാണുന്നതിനെയാണ് നമ്മൾ 6/6 അല്ലെങ്കിൽ നോർമൽ വിഷൻ എന്ന് പറയുന്നത്. ഒരു 3 ലൈൻ മുകളിലോട്ടാവുമ്പോഴാണ് നമ്മൾ 6/18 എന്ന് പറയുന്നത്. ഏകദേശം ഒരു 60-70% കാഴ്ചയാണത്. അതിന്റെ താഴോട്ട് കാഴ്ചക്കുറവ് വരുമ്പോഴാണ് നമ്മൾ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു ആദ്യത്തെ ഈ 6/18 അതായത് താഴേന്ന് ഒരു 3ാമത്തെ വരി മുതൽ ഒരു ആദ്യത്തെ വലിയ അക്ഷരം ഉണ്ടല്ലോ എ എന്ന് പറയുന്ന അക്ഷരം, അതുവരെ കാണാൻ പറ്റുന്നവരെ നമ്മൾ മോഡറേറ്റ് വിഷ്വൽ ഇമ്പയർമെന്റ് എന്നും, അതിനും മുകളിൽ അതായത് ആദ്യത്തെ അക്ഷരം കാണാൻ പറ്റുന്നില്ല പക്ഷെ ഒരു 4 മീറ്റർ 5 മീറ്റർ ഡിസ്റ്റൻസിൽ കാണാം എന്നുള്ളവരെ നമ്മൾ തീവ്രമായ അല്ലെങ്കിൽ സിവിയർ വിഷ്വൽ ഇമ്പയർമെന്റ് എന്നും പറയുന്നു. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും താഴത്തെ ഞാൻ ഇതിലൊരു വലുതാവുന്നൊരു അനിമേഷൻ അത് കാണുന്നില്ല അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ചാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ള ലോ വിഷൻ വേഴ്സസ് ലീഗലി ബ്ലൈൻഡ് എന്നുള്ള ഒരു ചാർട്ടില് നമ്മൾ ഒരു 6/6 എന്ന് പറഞ്ഞിട്ട് ആ പച്ച നിറത്തിൽ നിങ്ങൾക്ക് കാണുന്നത്, ഈ 6/6 എന്ന് നമ്മൾ ഒരു മീറ്റർ കണക്കിൽ പറയുന്നത് തന്നെ നമ്മൾ 20/20 എന്നുള്ളത് ഫീറ്റ് കണക്കിലും പറയാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇനി അങ്ങനെ ഏതെങ്കിലും ചാർട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണം 6/6 എന്ന് പറയുന്നത് 20/20 ആണ്, 6/60 എന്ന് പറയുന്നത് 20/200 ആണ്. ആ ലെവലിലാണ് ഓരോന്നും പോകുന്നത്. അപ്പം ഇതില് 6/6 എന്ന് പറയുന്ന ഒരു കാഴ്ചക്കുറവാണ്, കാഴ്ചയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ ആ മഞ്ഞയുടെ ഒരു 2 ആരോ നിങ്ങൾക്ക് കാണാം. അതിൽ താഴത്തെ ആരോ ആണ് 6/18 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് 6/6 മുതൽ 6/18 വരെ വരുന്നതിനെ നമ്മൾ നോർമൽ ആൾക്കാരെന്ന് വിളിക്കുന്നു, നോർമൽ കാഴ്ച എന്ന് വിളിക്കുന്നു. 6/18 മുതൽ 6/60 ആദ്യത്തെ ഇ എന്ന് പറയുന്ന ഈ ചാർട്ടിൽ കാണുന്ന അക്ഷരം കാണുന്നത് വരെ നമ്മൾ മോഡറേറ്റ് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നു. അതിനു മുകളിലായിട്ടുള്ള കാഴ്ചക്കുറവ് 6 അടി മുതൽ 3 അടി വരെ ഈ ആദ്യത്തെ അക്ഷരം വായിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സിവിയർ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് നേരത്തെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞെങ്കിലും ഇതിനെ വേറൊരു പേരിൽ വിളിക്കുന്നുണ്ട്, എക്കണോമിക് ബ്ലൈൻഡ്നെസ്. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന തരത്തിലുള്ള ജോലികൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവരെ എക്കണോമിക് ബ്ലൈൻഡ്നെസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇവർ സാമ്പത്തികമായ ബാധ്യത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം കാഴ്ചക്കുറവുള്ള ആളുകളാണ്. അടുത്തത് നമുക്ക് വരുന്നത് സോഷ്യൽ ബ്ലൈൻഡ്നെസ് ആണ്. അതായത് 3 അടി മുതൽ 1 അടി വരെ ദൂരത്തിൽ ഈ ചാർട്ടിലെ ആദ്യത്തെ അക്ഷരം കാണാൻ പറ്റുന്ന ആളുകൾ. അത് സോഷ്യൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയാനുള്ള കാരണം അവർക്ക് സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ, അതായത് ഇപ്പോ നമ്മളൊരു ഗ്രൂപ്പ് ഒരു ഒത്തൊരുമിച്ച് ചേരുന്നു, അവിടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ, നമുക്ക് സോഷ്യലി നമുക്കൊന്ന് മാനുവർ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിനെയാണ് സോഷ്യൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതിലും താഴെ 1 അടിയിൽ താഴെ മുതൽ നമുക്ക്
തീരെ വെളിച്ചം പോലും ജസ്റ്റ് വെളിച്ചം കാണാം, എവിടെ നിന്നാണ് വെളിച്ചം വരുന്നത് എന്ന് കാണാം, കൈ അനങ്ങുന്നത് കാണാം, ഈ ഒരു കാറ്റഗറിയിലുള്ള ആളുകളെ നമ്മൾ ലീഗൽ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലെസ് ദാൻ 3/60 വരുന്നവരെ നമ്മൾ കാഴ്ച കുറവുള്ളവർ എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് 1/60 കുറവും ടോട്ടൽ പെർസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇല്ലാതിരിക്കുക, കാഴ്ചക്കുറവ് തീരെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ ടോട്ടൽ ഓർ അബ്സല്യൂട്ട് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ കാഴ്ച ശക്തിയെ നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഏതാളുകളാണ് കാഴ്ച കുറവായിട്ടുള്ളത്, ഏതാളുകളാണ് ബ്ലൈൻഡ് ആയിട്ട് അന്ധതയായിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിൽ നമുക്കൊരു കാഴ്ചക്കുറവിന്റെ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളിൽ പലർക്കും അറിയാതിരിക്കാം, പലരും കേട്ട് കാണും. ഇത് നമ്മളൊരു ഡിസബിലിറ്റി ഉള്ളതനുസരിച്ച് നമുക്ക് അവർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാനും അവർക്കായിട്ടുള്ള പല അഡ്വാൻറ്റേജസും പല കാര്യങ്ങൾ അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും NPCBയുടെ ഭാഗത്തുനിന്നും ഒക്കെ കൊടുക്കാനും കഴിയും. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് നമ്മളത് നിർണ്ണയിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു രണ്ട് സൈഡിൽ ഒരു മുകളിലൊരു വരി കാണാം, താഴെ ഏറ്റവും മുകളിലൊരു വരി കാണാം, താഴെ ഒരു വരി കാണാം. അപ്പൊ അതില് മുകളിലുള്ളതും താഴെയുള്ളതും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഏത് പോയിന്റിൽ വരുന്നു ആ പോയിന്റിൽ എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് കാഴ്ചയാണ് നമ്മൾ അവർക്ക് ഡിസബിലിറ്റി. അപ്പൊ അതിനനുസരിച്ച് എത്ര ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് ഗവൺമെന്റിന്റെ ഓരോ പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ കാഴ്ചക്കുറവിനെ പറ്റി സംസാരിച്ചു. ഇനി അടുത്തത് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ കുറേ കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കാറ്ററാക്ട്, നമ്മുടെ കണ്ണാടി വെക്കേണ്ടതായിട്ടുള്ള കാഴ്ച വൈകല്യങ്ങൾ. നമുക്ക് ദീർഘദൃഷ്ടി, ഹൈപ്പർമെട്രോപ്പിയ, ഹ്രസ്വദൃഷ്ടി, മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, വക്രദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം അങ്ങനെ വരുന്നതും, ഇതിനോട് സംബന്ധമായി വരുന്ന കോങ്കണ്ണ്, അതുപോലെ ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസി ഐ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ലേസി ഐ എന്ന് പറഞ്ഞാൽ മടിയൻ കണ്ണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിലെ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കാഴ്ചക്കുറവ് ഒരു ജന്മന മുതൽ ഒരു 6 വയസ്സ് 8 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഈ പ്രായത്തിൽ ഈ ക്രിട്ടിക്കൽ പീരീഡിൽ അത് ചികിത്സ ലഭിക്കാതിരുന്നാൽ, അല്ല നമുക്കൊരു കോങ്കണ്ണുണ്ട് അവിടെ നമുക്ക് ചികിത്സ ലഭിക്കാതിരുന്നാൽ, ജനിച്ചു കഴിഞ്ഞ് കഞ്ചനിറ്റൽ കാറ്ററാക്ട്, കഞ്ചനിറ്റൽ ഗ്ലോക്കോമ, കഞ്ചനിറ്റൽ കോർണിയൽ ഒപ്പാസിറ്റി, കൃഷ്ണമണിയിലുള്ള എന്താ പറയുന്ന ഒരു വെളുത്ത പാടുകൾ, അതുപോലെ തിമിരം ജന്മന വരുന്ന കണ്ടീഷൻസ് ഉണ്ട്, കണ്ണിന്റെ പ്രഷർ ജന്മന കൂടുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഈ ജന്മന വരുന്ന കണ്ടീഷൻ നമ്മൾ ഒരു 6 വയസ്സിനുള്ളിൽ അത് കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ACI. വളരെ ഈസി ആയിട്ട് നമുക്ക് ചികിത്സിക്കാവുന്നതും ഭേദമാക്കാവുന്നതും, ജീവിതകാലം മുഴുവൻ അവർക്ക് നല്ല കാഴ്ചയോടുകൂടി ഈ പറഞ്ഞ എക്കണോമിക് ഒരു ബേർഡൻ ഉണ്ടാക്കാതെ, സോഷ്യൽ ബേർഡൻ ഉണ്ടാക്കാതെ, റോഡ് ആക്സിഡൻസിൽ പെടാതെ അവരെ ഒരു നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഈ റിഫ്രാക്റ്റീവ് എറേഴ്സ്, ഈ പറഞ്ഞ ആംബ്ലിയോപ്പിയയുടെ കാരണങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളത്. അതേസമയം ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ ചില ടൈപ്പ് ഓഫ് കോർണിയൽ ഒപ്പാസിറ്റീസ്, ചില ടൈപ്പ് ഓഫ് മാക്യുലർ ഡീജനറേഷൻസ്, കണ്ണിന്റെ റെറ്റിനയിലുള്ള ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മാക്യുലർ ഡീജനറേഷൻസ്, ചിലതിനൊന്നും നമുക്ക് ചികിത്സ ഇല്ല. ചിലതിന് ചികിത്സയുണ്ട്, ചിലതിന് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് അത് കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അത് കൂടുതൽ വേഴ്സൺ ചെയ്യാതിരിക്കാൻ, കൂടുതലായിട്ട് കാഴ്ച നഷ്ടപ്പെടാതിരിക്കാനേ നമുക്ക് അവിടെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അതേസമയം ചില കാര്യങ്ങൾ, ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് അതത് സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച് അതിന് നമ്മൾ ചികിത്സ കൊടുക്കാമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അന്ധത എത്രയോ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. അതുപോലെയാണ് റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂരിറ്റി, മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ, അതുപോലെ ഈ ട്രക്കോമ പോലെയുള്ള ഇൻഫെക്ഷൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ജസ്റ്റ് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ നമുക്ക് അന്ധത പൂർണ്ണമായിട്ടോ അറ്റ്ലീസ്റ്റ് ഒരു യൂസ്ഫുൾ വിഷൻ കിട്ടുന്ന വിധത്തിലോ അവർക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള 2 പിക്ചേഴ്സ് നിങ്ങൾ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത പിക്ചേഴ്സ് ഓരോന്നിന്റെ ജസ്റ്റ് കാണിക്കാനാണ്. അപ്പൊ കണ്ണിനകത്തുള്ള ഒരു ലെൻസിന്റെ കളർ മാറി, അതിന്റെ സുതാര്യത നഷ്ടപ്പെട്ട്, അത് ഒപ്പേക്ക്, ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ട ആ ലെൻസ് ഒപ്പേക്ക് ആവുന്നതിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്. അതിന്റെ താഴെ കാണുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, കണ്ണിനകത്തുള്ള ഞരമ്പിന്റെ ലെയറാണ് റെറ്റിന. റെറ്റിനയ്ക്കകത്ത് ബ്ലീഡിങ് വന്ന് കാഴ്ച കുറഞ്ഞു വരാം, അതുപോലെ ഒത്തനടുക്ക് നീർക്കെട്ട് വന്ന് നമുക്ക് കാഴ്ച കുറഞ്ഞു വരാം. ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് പറയുന്നത്. അതിന്റെ താഴെ വരുന്നത് ഗ്ലോക്കോമ, കണ്ണിലെ പ്രഷർ കൂടുന്ന ഒരു അവസ്ഥ. ആൻഡ് ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ, മാക്യുല എന്ന് പറയുന്നത് കണ്ണിന്റെ ഒത്തനടുക്കുള്ള
കാഴ്ചയുടെ ഞരമ്പിന്റെ ഭാഗമാണ്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒത്ത നടുക്കാണ് നമുക്ക് കാണാതിരിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാഴ്ച വൈകല്യമാണ്. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ആ മുഖം മാത്രം കാണില്ല, ചുറ്റുമുള്ള എല്ലാം കാണാം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഫീൽഡ് ലോസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ വലത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളതിൽ നമ്മളൊരു സിമുലേഷൻ എങ്ങനെയാണ് ഒരു ഗ്ലോക്കോമയുള്ള ഒരാൾ കാണുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുമുള്ള എല്ലാം ബ്ലേർഡ് ആയിരിക്കും, സെന്റർ മാത്രം ക്ലിയർ ആവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അവരൊരാളുടെ മുഖത്ത് നോക്കുമ്പോൾ ആ മുഖം അവർക്ക് കാണാം, അവർ വായിക്കുമ്പോൾ അവർക്ക് വായിക്കാനുള്ള സെന്റർ പോർഷൻ ക്ലിയർ ആണ് എന്ന് വരുമ്പോൾ അവർക്ക് ഈ പരിസര കാഴ്ച കുറഞ്ഞു വരുന്നുണ്ടെന്ന് തിരിച്ചറിയാനേ പറ്റില്ല. അൺലെസ് നമ്മൾ ശ്രദ്ധിച്ച് അത് പരിസര കാഴ്ചയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ, കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഗ്ലോക്കോമ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും പറ്റുള്ളൂ. രണ്ടാമത്തേത് കാഴ്ചക്കുറവ്, അത് ബ്ലറി ആയിട്ട് കാണുന്ന ഒരു അവസ്ഥ. കാറ്ററാക്റ്റിൽ മങ്ങലായിരിക്കും, ക്ലൗഡി വിഷൻ എന്ന് പറയും, മങ്ങിയ കാഴ്ചയാണ് കിട്ടുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പത്തിയിൽ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഒത്ത നടുക്ക് നീർക്കെട്ടാണെങ്കിൽ സെൻട്രൽ പോർഷൻ കാണില്ല. ബ്ലീഡിങ് വരുവാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവിടെ ഇവിടെയും നമുക്കൊരു ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഇതായിട്ടായിരിക്കും കാണുന്നത്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ വിഷൻ ആണ് ബാധിക്കുന്നത്. സോ ഇത് എത്രത്തോളമാണ് നമ്മുടെ ആ ഒരു കാഴ്ച വൈകല്യത്തിന്റെ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് ആയിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഇതിൽ നമ്മൾ ഇടത് ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, ഇൻഫെക്ഷൻസ്, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പത്തി, നമ്മൾ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് വരുന്ന റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂരിറ്റി, ഒരു പരിധി വരെ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, ഇവയെല്ലാം ഇതുമൂലം ഉണ്ടാവുന്ന കാഴ്ചക്കുറവ്, അന്ധത നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നതും നമുക്ക് മുഴുവനായിട്ടും മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റിഫ്രാക്റ്റീവ് എറേഴ്സ്, കാറ്ററാക്ട്, ആംബ്ലിയോപ്പിയ, റെറ്റിന ഡിറ്റാച്ച് ആവുന്ന ഒരു അവസ്ഥ, അതുപോലെ ഒരു കണ്ണിനൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു ട്രോമ, പരിക്കുകൾ പറ്റുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കാഴ്ചക്കുറവ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് ജസ്റ്റ് കുറച്ച് കണ്ടീഷൻസ് ഇതിൽ നോക്കാം. അതിൽ തിമിരം എന്ന് പറയുന്നത് ജന്മനാ വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് കൂടുതൽ കൊണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുടി എങ്ങനെ നരയ്ക്കുന്നോ അതേപോലെ കണ്ണിനകത്തുള്ള ലെൻസിന്റെ കളർ മാറുന്നതിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ താഴത്തെ ആ ഒരു സൺഫ്ലവർ ഫീൽഡിൽ കാണുന്ന ഒരു ചിത്രം പോലെ ക്ലൗഡി ആയിട്ടായിരിക്കും കാണുന്നത്. കോൺട്രാസ്റ്റ് കുറയാണ് ചെയ്യുന്നത്, ഒരു മങ്ങല് പോലെ ആയിരിക്കും കാണുന്നത്. ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് കണ്ണാടി മാറ്റിയാൽ തന്നെ നമുക്ക് തെളിച്ചം കിട്ടിയേക്കാം. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എത്ര കണ്ണാടി മാറ്റിയാലും നമുക്കൊരു വായിക്കാൻ പറ്റുന്നതോ ടിവിയിലെ സ്ക്രോൾ വായിക്കാൻ പറ്റാത്തതോ വണ്ടി ഓടിക്കാൻ പറ്റാത്തതോ ആയിട്ടൊരു കാഴ്ച കിട്ടാത്തൊരു അവസ്ഥയിൽ വി നീഡ് ടു കൺസിഡർ സർജറി. രണ്ടാമത്തെ കണ്ടീഷൻ റിഫ്രാക്റ്റീവ് എറേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ ചേരാൻ നേരത്ത് 3 വയസ്സിൽ എല്ലാവരും 3 വയസ്സാവുമ്പോഴാണ് ഒരു കുട്ടിയുടെ കണ്ണിന്റെ വളർച്ച പൂർത്തിയാവുന്നത്. ആ 3 വയസ്സിൽ കുട്ടികൾക്ക് നേരത്തെ കാണിച്ച ലെൻസ് ചാർട്ടിന്റെ ഏറ്റവും താഴത്തെ വരി വായിക്കാൻ പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് പിക്ചർ ചാർട്ടിലെങ്കിലും അവർക്ക് അവസാനത്തെ വരി വായിക്കാൻ പറ്റും. അതുകൊണ്ട് സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് കുട്ടികളുടെ കാഴ്ച ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഇതുപോലത്തെ കാഴ്ചക്കുറവ്. കാരണം ഇതിൽ ഏറ്റവും പ്രശ്നം വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അനൈസോമെട്രോപിക് ആംബ്ലിയോപ്പിയ എന്ന് പറയും. അതായത് ഒരു കണ്ണില് നല്ല കാഴ്ച ഉണ്ടാവും, മറ്റേ കണ്ണില് കാഴ്ചക്കുറവ്. നമ്മൾ ഒരു കണ്ണ് അടച്ചു നോക്കൂ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എല്ലാം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒട്ടും അത് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ണിലെ കാഴ്ച കുറഞ്ഞിരുന്ന് അവർക്ക് വർഷങ്ങൾക്ക് ശേഷം, ചില ആൾക്കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുമ്പോഴാണ് തിരിച്ചറിയുന്നത് അവർക്ക് കാഴ്ചക്കുറവുണ്ടെന്ന്. സോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോഴാണ്. സോ അത്ര അവര് ഒരു കണ്ണിലെ കാഴ്ചക്കുറവ് അറിയാതിരിക്കുമ്പോൾ ആ ഞരമ്പിന്റെ വളർച്ചക്കുറവിനെയാണ് നമ്മൾ ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ ലേസിയ എന്ന് പറയുന്നത്. വളരെയധികം പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ വെറും കണ്ണട വെച്ചത് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത് നമ്മൾ വളരെയധികം ആൾക്കാരിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സ്കൂൾ കുട്ടികളിൽ നമ്മൾ സ്ക്രീനിങ് ചെയ്യാറുണ്ട്. ഈ കണ്ണട വെച്ചവര് വർഷത്തിൽ ഒരിക്കൽ കണ്ണട ചെക്ക് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ കണ്ണിന്റെ സൈസും ഷേപ്പും വ്യത്യാസം വരും. അതുകൊണ്ടും അതുപോലെ പല പേരൻസിനും ഒരു സ്റ്റിഗ്മയാണ് കണ്ണാടി വെക്കുക എന്നുള്ളത്. സോ അത് മാറ്റി നമ്മൾ കണ്ണാടി വെക്കാൻ എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഗ്ലോക്കോമയുടെ കാര്യം. പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ളവര്
അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവർ ഒരു വർഷത്തിലൊരിക്കൽ പ്രഷർ ചെക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ഫീൽഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഉള്ളവർ ഈ കാരണം ഗ്ലോക്കോമ സൈലന്റ് കില്ലർ ഓഫ് വിഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ സൈലന്റ് തീഫ് ഓഫ് വിഷൻ, നിശബ്ദ കൊലയാളി അല്ലെങ്കിൽ നിശബ്ദ എന്താ പറയുന്നത് തീഫിനെ ആണ് പറയുന്നത്. സോ അവിടെ നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ കാഴ്ച, പരിസര കാഴ്ച നഷ്ടപ്പെടുന്നത് അറിയണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ അത് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഡയബറ്റിക് റെറ്റിനോപ്പത്തി, ഡയബറ്റിസ് ഉള്ളവർ അറ്റ് ദ ടൈം ഓഫ് ഡിറ്റക്ഷൻ കണ്ടുപിടിക്കുന്ന സമയത്തും അതുപോലെ വർഷത്തിലൊരിക്കലും കണ്ണിൽ മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അതത് സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. രക്തസ്രാവം വന്നിട്ടോ ഈ റെറ്റിന ഡിറ്റാച്ച് ആയിട്ടോ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോയാൽ അത് പഴയ കാഴ്ച തിരിച്ചു കിട്ടുമോ എന്ന് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. പ്രിമച്വർ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് അതത് ഹോസ്പിറ്റലിൽ നമ്മൾ റെറ്റിന ഡോക്ടേഴ്സുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടാവും, അവർ ചെക്ക് ചെയ്യും. പക്ഷേ പല പേരൻസും അവിടെ നിന്നൊക്കെ ചെക്ക് ചെയ്തു, NIC എന്നൊക്കെ ചെക്ക് ചെയ്തു, പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്ന പേരൻസ് ഉണ്ട്. അത് ശരിയല്ല. നമുക്ക് ഓരോ വർഷവും അവരെ ചെക്ക് ചെയ്യണം, കാഴ്ചക്കുറവ് ചെക്ക് ചെയ്യണം. അവർക്ക് കണ്ണാടിയൊക്കെ പിന്നീട് വേണ്ടി വന്നേക്കാം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, സമയം ഹാഫ് ആൻ അവർ ആയിക്കോട്ടെ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് എഗെയിൻ ഈ പറയുന്ന പോലെ പരിസര കാഴ്ച കുറയുകയും നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്ന ഒരു കണ്ടീഷനുമാണ്. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ജനിതക രോഗമാണ്. ഇങ്ങനെ പല ജനിതക രോഗങ്ങൾ ഉള്ളവരിൽ നമ്മൾ കൺസാങ്ഗ്വിനസ് മാരേജ്, അതായത് ഒരു ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ് തമ്മിൽ കല്യാണം കഴിക്കാതിരുന്നാൽ തന്നെ വളരെയധികം നമുക്ക് ഇതുപോലത്തെ അസുഖങ്ങൾ, കാരണം റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയ്ക്കൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല. അത് ഒരു കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെയാണ് മാക്യുലർ ഡീജനറേഷൻ. ഏജ് റിലേറ്റഡ് ആയിട്ടും കുട്ടികൾക്കും ഒക്കെ വരും. ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ സെൻട്രൽ വിഷൻ ബ്ലർഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഭക്ഷണം എന്നുള്ളതാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് അടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണമാണ് മുരിങ്ങയില, മുരിങ്ങക്കായ. നമുക്ക് എത്ര സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണമാണ്. ക്യാരറ്റ്, ഫിഷ്, ഇതൊക്കെ സ്വീറ്റ്, മധുരക്കിഴങ്ങ്, ഇതൊക്കെ നല്ലപോലെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, പലർക്കും ഇതിനെപ്പറ്റി അത്ര ഒരു അറിവില്ല. കണ്ണിനകത്ത് ചെറിയ കുത്തുകൾ പോലെ ഫ്ലോട്ടേഴ്സ് ആയിട്ട് കാണുകയോ, കണ്ണിനകത്ത് ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, നമ്മുടെ ലൈറ്റ് അടിക്കുന്ന പോലെ, മിന്നൽ അടിക്കുന്ന പോലെ കണ്ണിനകത്ത് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് വന്നാൽ അതൊരു എമർജൻസി വാർണിംഗ് സൈൻ ആണ്. ഉടനെ റെറ്റിന ഡോക്ടറെ കാണണം. റെറ്റിനയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ അത് ലേസർ ചെയ്താൽ നമുക്ക് ഡിറ്റാച്ച്മെന്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെയാണ് ട്രക്കോമ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. ആക്ച്വലി നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് പൂർണ്ണമായി അന്ധതയിലോട്ട് നയിക്കുന്ന, നിങ്ങൾക്ക് ആ പിക്ചർ കാണാൻ പറ്റും, നയിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അവിടെ നമുക്ക് ജസ്റ്റ് ആന്റിബയോട്ടിക്സ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെയാണ് സ്ക്വിന്റ്. കോങ്കണ്ണ് പലർക്കും ഒരു ഭാഗ്യത്തിന്റെ ലക്ഷണമായി പലരും കാണാറുണ്ട്. അങ്ങനെയല്ല, അത് ആംബ്ലിയോപ്പിയ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും സ്ക്വിന്റിന് നമുക്ക് സർജറി ഒന്നും ചെയ്യണമെന്നില്ല. ജസ്റ്റ് കണ്ണാടി കൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കണ്ണട കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന സ്ക്വിന്റുകളുണ്ട്, എക്സസൈസ് കൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. സോ അത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ ഇഞ്ചുറി പറ്റിയാൽ, ചെറിയ ചെറിയ ഇഞ്ചുറീസ് ആണ്, ഒരു ഫോറിൻ ബോഡിയാണ്. നമ്മളിപ്പോൾ വെൽഡിങ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഈ മെറ്റൽ കണ്ണിൽ വീണിട്ട് വരും. അവർക്കൊരു പ്രൊട്ടക്ഷൻ ഗ്ലാസസ് വെച്ചാൽ മതി. അല്ല, ഒരു കുട്ടികൾക്ക് ഒരു ഇഞ്ചുറി വന്നു, അഡൽസിന് ഒരു ഇഞ്ചുറി വന്നു, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആക്കാതെ ഒന്ന് ഡോക്ടേഴ്സിനെ കാണുക. അതെന്താണ്, അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സ എടുത്താൽ നമുക്ക് ഭാവിയിലേക്കുള്ള വലിയ കാഴ്ചക്കുറവ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെയാണ് കണ്ണിനകത്ത് വരുന്ന ഒരുപാട് തരത്തിലുള്ള ട്യൂമറുകൾ, അതും കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിച്ചാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റിൽ പണ്ടൊക്കെ കണ്ണെടുത്ത് കളയുന്ന, എവിസറേറ്റ് ചെയ്യുന്ന, ന്യൂക്ലിയേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് ആയിരുന്നു. ഇപ്പൊ അതിന് ഒരുപാട് പുതിയ പുതിയ ചികിത്സകളുണ്ട്. കണ്ണും ലൈഫും ഒരുപോലെ, കാഴ്ചയും ലൈഫും ഒരുപോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പുതിയ നൂതന ചികിത്സകൾ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ കുറഞ്ഞ കാഴ്ചശക്തിയുള്ളവർക്ക് ചികിത്സ, ആ കാഴ്ചശക്തി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു പുനരധിവാസത്തിനെയാണ് നമ്മൾ വിഷ്വൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ, എത്രത്തോളം അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അച്ചീവ് ചെയ്യലാണ് നമ്മുടെ ഗോൾ. അവിടെ പലപ്പോഴും നമുക്കൊരു കണ്ണാടി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ ടൈപ്പിലുള്ള കണ്ണാടി, നമ്മൾ മാഗ്നിഫയേഴ്സ്, അതായത് ഉള്ളതിനെ വലുതാക്കി കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടെലിസ്കോപ്പുകൾ, നമുക്ക് ബയോപ്റ്റിക് ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്പെക്ടക്കിളിന്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് പലപ്പോഴും നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്താണോ അതിനെ നമുക്കൊരു ഓഡിയോ മെസ്സേജ് ആയിട്ട് കിട്ടുന്ന തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒരുപാട് ഇപ്പൊ അവൈലബിൾ ആണ്. വളരെ റാമ്പന്റ് ആയിട്ട്. ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ ഭയങ്കര വില കൂടുതലായിരുന്നു. ഇപ്പൊ അരവിന്ദ് ഹോസ്പിറ്റലിലൊക്കെ അവരത് വളരെ ചുരുങ്ങിയ പ്രൈസ് ഇതിലൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിപ്പോ നമുക്ക് ഒപ്റ്റിക്കൽ എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റാൻ
മാഗ്നിഫയർ, അതുപോലെ ഹാൻഡ് ഹെൽഡ് മാഗ്നിഫയർ, അങ്ങനെ ഒരുപാട് നമുക്ക് ഉപകരണങ്ങൾ നമുക്ക് അക്ഷരങ്ങളെ വലുതാക്കി കാണിക്കാനായിട്ട് പറ്റും. അതേസമയം നോൺ ഒപ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇതുപോലത്തെ സ്പെഷ്യൽ കണ്ണാടി, ടെലിസ്കോപ്പ് കണ്ണാടിയൊക്കെ വെക്കാൻ മടിയുള്ളവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നോൺ ഒപ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ കൊടുക്കുന്ന പ്രിന്റ് ഔട്ട് വളരെ വലുതാക്കി കൊടുക്കുക, അതിന്റെ ഫോൺ സൈസ് വലുതാക്കുക, രണ്ട് പ്രിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടി കൊടുക്കുക. അതുപോലെ നമുക്ക് അതിൽ തന്നെ ലൈറ്റപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റീഡിംഗ് മെറ്റീരിയൽ ഉണ്ട്. CCTV എന്ന് പറയുന്ന ഇതുണ്ട്. അത് നമുക്ക് എന്താണോ റീഡിംഗ് മെറ്റീരിയൽ അത് നമ്മൾ ആ CCTVയിൽ കാണിച്ചു കഴിഞ്ഞാൽ വലിയൊരു ടിവിയിൽ അത് വളരെ മാഗ്നിഫൈഡ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. ഓഡിബിൾ ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റീഡിംഗ് മെറ്റീരിയലിന്റെ മുകളിൽ അത് വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്ത് തരും, ഓട്ടോ റീഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമുക്കത് ഈവൻ നമുക്ക് സാധനങ്ങൾ പോലും, ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളെ പറ്റി പറയുന്നതും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിലുള്ള സാധനങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ റൂമിനെ പറ്റി എല്ലാം വിവരണങ്ങൾ തരുന്നതായിട്ടുള്ള ഓഡിയോ ഇൻപുട്സ് പ്രത്യേക ഉപകരണങ്ങൾ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. ബ്രെയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ടാക്ടൈൽ സെൻസേഷൻ വെച്ചിട്ട് നമുക്ക് വായിക്കാനും നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരു ഇത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈറ്റ്, ഇപ്പൊ ചില ടൈപ്പ് കാഴ്ചക്കുറവില് അവർക്ക് ഗ്ലെയർ ആയിരിക്കും കൂടുതൽ. അപ്പൊ നമ്മൾ ഗ്ലെയർ കുറയ്ക്കുന്ന ടിന്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുക്കേണ്ടത്. ചിലതില് കോൺട്രാസ്റ്റ് ആയിരിക്കും കുറവ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ലൈറ്റ് കൂടുതലായിട്ടുള്ള ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ പറയും ഈ കോൺട്രാസ്റ്റ് കൂടുതലുള്ള തരത്തിൽ നമ്മുടെ വീടിന്റെ സെറ്റിംഗ് തന്നെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം അടുക്കളയിലാവട്ടെ, ഇപ്പം എപ്പോഴും നമ്മളിപ്പോ ചായ, ഒരു കട്ടൻ ചായ ആണെങ്കിൽ അതൊരു വെള്ള ഗ്ലാസ്സിലും ഒരു പാൽ ചായ ആണെങ്കിൽ ഒരു കറുത്ത ഗ്ലാസ്സിലും കൊടുക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് ആ കോൺട്രാസ്റ്റ് വെച്ച് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഇതാണ്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ഒരു പരിസരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് വീട്ടിലോ ഓഫീസിലോ ഉള്ള ആ ഒരു ക്രമീകരണങ്ങൾ നമ്മൾ മാറ്റിയിട്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഇവരെ വളരെ സ്വതന്ത്രമായിട്ടൊരു ജീവിതം നയിക്കാനും ഇവരുടെ അപര്യാപ്തത ഇവർക്ക് അറിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന വിധത്തിൽ അവർക്ക് ജീവിക്കാനും പറ്റും. അതിനുവേണ്ടിയുള്ള പല ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അവരുടെ മാനസികാരോഗ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അവരുടെ സൈക്യാട്രിക് ആസ്പെക്ട്, സൈക്കോളജിക്കൽ ആസ്പെക്ട് അവരെ അതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് അവർക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ജോലികളും ഇഫക്റ്റീവ് ആയിട്ടുള്ള അവരുടെ വീടുകളിലും അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷനും അവർക്ക് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഇത് ഹെൽപ്പ് ചെയ്യാനുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തത് കൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലൈൻഡ്നെസ് ആൻഡ് ലോ വിഷൻ എന്നുള്ള ആളുകളെ നമുക്ക് എന്താ പറയാ, നമ്മുടെ നോർമൽ ലൈഫിലേക്ക്, നമ്മൾ ജീവിക്കുന്ന ഒരു സാധാരണ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റും എന്നുള്ളതാണ്. സമയമുണ്ടെങ്കിൽ ഒരു 2 സ്ലൈഡും കൂടി ഉണ്ട്. നോർമൽ ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു 2 സ്ലൈഡും കൂടെ. ഒന്ന്, പൊതുവായിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇപ്പൊ ബ്ലൈൻഡ്നെസ്സിനെ പറ്റി, നോവിഷനെ പറ്റി അല്ല നമ്മൾ പറയുന്നത്, എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടി, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ വളരെ ഫ്യൂ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത് സ്ക്രീൻ സമയം പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് ചെയ്യാം എന്നുള്ളത് ഒരു 5B എന്ന് പറയുന്നതാണ് എന്റെ അടുത്ത സ്ലൈഡ്. കണ്ണുകൾ തിരുമുന്നത് ഒഴിവാക്കുക. ഇത് പലരും അറിയാത്തൊരു കാര്യമാണ്. റബ്ബിംഗ് ഓഫ് ദ ഐസ് കണ്ണില് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാണ്. കുട്ടികൾക്ക് ആസ്റ്റിഗ്മാറ്റിസം വരാം, കണ്ണിൽ വരുന്ന റിക്കറന്റ് കോണിൽ റോഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ അതിന്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. കണ്ണ് തിരുമരുതെന്ന് മനസ്സിലാക്കുക. തിരുമുന്നതിന്റെ കാരണം ഇപ്പൊ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ സ്ക്രീനുകൾ കൊണ്ടും കണ്ണിൽ ഡ്രൈനസ് വരുന്നത് കൊണ്ടും അലർജി വരുന്നത് കൊണ്ടും ഒക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് വെച്ചൊന്ന് മുഖം കഴുകുകയോ തണുത്ത വെള്ളത്തിൽ സോഫ്റ്റ് ആയിട്ട് തുണി മുക്കിപ്പിഴിഞ്ഞ് കണ്ണടച്ച് കണ്ണിന്റെ പുറത്ത് വെക്കുകയോ ചെയ്താൽ തന്നെ നമുക്ക് കണ്ണ് തിരുമുന്നത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ണിലെ ഇഞ്ചുറീസ് വരാതിരിക്കാൻ, പരുക്കുകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽഡിങ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെതായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ്, എല്ലാ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് യൂസ് ചെയ്യുക. ഒരുപാട് വെയിലിൽ പോകുമ്പോൾ നമുക്ക് സൺഗ്ലാസസ് യൂസ് ചെയ്യുന്നത് UV റൈസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ നമുക്ക് എല്ലാ ജോലികളും, കുട്ടികളോടൊക്കെ നമ്മൾ സ്കൂളിൽ പറയണം, ഇങ്ങനെ പെൻസിലൊന്നും വലിച്ചെറിയരുത്. എത്ര കുട്ടികളാണ് ഈ ഓരോ ഇഞ്ചുറി ആയിട്ട് വരുന്നത്, വിച്ച് കുഡ് ബി ഈസിലി അവോയ്ഡഡ്. ഈ ടീച്ചേഴ്സോ
പാരൻസും നമ്മൾ കെയർ ഗിവേഴ്സും ഒക്കെ കുട്ടികളോടൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ, പിന്നെ നമ്മുടെ സൺലൈറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോളാണ് നമ്മുടെ കാഴ്ചശക്തി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ഡി, പക്ഷേ ഫുൾ കവർ ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ സൺലൈറ്റിൽ ഇരുന്നിട്ട് കാര്യമില്ല. ഒരു 40% സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ സൺലൈറ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതേപോലെ പോഷക സമൃദ്ധമായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം, അതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. വൈറ്റമിൻ എ ഏതൊക്കെ കണ്ടീഷനിലാണ്, ഏതൊക്കെ ഭക്ഷണ പദാർത്ഥത്തിലാണ് കൂടുതലുള്ളത് എന്നുള്ളത്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ശുചിത്വം പാലിക്കുക. നമ്മൾ പറഞ്ഞു ട്രക്കോമ പോലത്തെ പല അസുഖങ്ങളും ടോട്ടൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാവുന്ന കണ്ടീഷൻസ് ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ഹൈജീൻ ശ്രദ്ധിക്കുക. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ് റെഗുലർ ഐ ചെക്കപ്പ് എന്നുള്ളതാണ്. സോ അതിൽ നമുക്ക് ഈ കാഴ്ചക്കുറവുകൾ കണ്ടുപിടിക്കുക, കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക, അതുമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ സ്ട്രെയിൻ ഇന്നത്തെ കാലത്ത് ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. സോ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 5B ഓർക്കുക. ഏറ്റവും ആദ്യത്തേത് ബ്ലിങ്ക് മോർ, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇമ ചിമ്മുക. നമ്മുടെ ഇമ ചിമ്മുന്ന ഇത് ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് പലർക്കും ഈ കണ്ണിൽ ഡ്രൈനസും ഡിജിറ്റൽ സ്ട്രെയിനും വരുന്നത്. 2 ബ്രേക്സ്, റെഗുലർ ബ്രേക്സ്, ഇടവേളകൾ എടുക്കുക. അതായത് അതിനെയാണ് നമ്മൾ 20-20-20 റൂൾ എന്ന് പറയുന്നത്. ഒരു 20 മിനിറ്റ് നമ്മൾ ഒരു ഏത് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 20 സെക്കൻഡ്, അര മിനിറ്റ് നേരം നമ്മൾ അതിൽ നിന്ന് കണ്ണ് മാറ്റി 20 അടി ദൂരത്തിലേക്ക് നമ്മുടെ ഫോക്കസ് മാറ്റി കൊടുത്താൽ കണ്ണിനകത്തെ മസിൽ റിലാക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ പറ്റും. അതുപോലെ പലർക്കും ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്, ഇരുട്ടത്ത് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടിരുന്ന് ഫോൺ കാണുന്നതോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതോ ശരിയല്ല. ബ്രൈറ്റ്നസ് ഓഫ് ദ റൂം ആൻഡ് ബ്രൈറ്റ്നസ് ഓഫ് ദ സ്ക്രീൻ ഷുഡ് ബി ഈക്വൽ. നല്ല വെളിച്ചമുള്ള മുറി, ബ്രൈറ്റ്നസ് ഐഡിയലി ലൈറ്റ് മുകളിൽ നിന്നോ സൈഡിൽ നിന്നോ ആണ് വരേണ്ടത്, മുമ്പിൽ നിന്നോ ബാക്കിൽ നിന്നോ അല്ല. പ്രിഫറബിളി നമ്മൾ പുറത്തിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കണ്ണിന് സ്ട്രെയിൻ കുറവാണ്. പിന്നെ ബ്ലൂ പ്രൊട്ടക്ഷൻ ഗ്ലാസസ്, UV പ്രൊട്ടക്ഷൻ ഗ്ലാസസ് യൂസ് ചെയ്താലും നമുക്ക് നല്ലപോലെ ഒരു പരിധി വരെ നമുക്കിത് ഈ ഡിജിറ്റൽ സ്ട്രെയിൻ കുറയ്ക്കാൻ പറ്റും. അതേപോലെ 5ാമത്തെ B ആണ് ബോട്ടിൽ. ഇതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, വെള്ളം ധാരാളം കുടിക്കണം. പലരും AC റൂമിൽ ഇരിക്കുന്നതുകൊണ്ട് തേഴ്സ്റ്റ് നമുക്ക് അറിയില്ല, ദാഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വെള്ളം ധാരാളം കുടിക്കണം. അതുപോലെ ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്പ്, ലൂബ്രിക്കൻ ഡ്രോപ്പ് ഇപ്പൊ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഓവർ ദ കൗണ്ടർ നമുക്ക് അവൈലബിൾ ആണ്. ഡ്രൈനസ്, കണ്ണിൽ പൊടി വീണതായി തോന്നാ, ചൊറിച്ചില്, നീറ്റല്, പുകച്ചില്, ഇങ്ങനെ കാഴ്ചക്കുറവ് പോലും നമുക്ക് ഡ്രൈനസ് കൊണ്ടുവരാം. അതുകൊണ്ട് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് വൈകല്യമുള്ള ഒരാളോട് നമ്മൾ വളരെ സ്നേഹത്തോടും ഉള്ള ഒരു പരിചരണം കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു മാർക്ക് ട്വെയിൻ്റെ ഈ വാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. കൈൻഡ്നസ് ഈസ് ദ ലാംഗ്വേജ് വിച്ച് ദ ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ സീ എന്നുള്ളത്. സോ അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി ടു നിഡാസ് ആൻഡ് നിഷ്. താങ്ക് യു മാഡം. നമ്മൾ തുടർന്ന് ഡിസ്കഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ മാഡത്തിനോട് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായി മൈക്ക് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്കും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതും ഓപ്പൺ ചെയ്ത ചോദ്യാവലി പൂരിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ലിങ്ക് നോട്ട് ഓപ്പണിംഗ് ആണ് അവർ പറയുന്നത്. ചാറ്റ് ബോക്സിൽ നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. കണ്ണിന്റെ പ്രഷർ എത്ര വരെ ആകാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ണിന്റെ നോർമൽ പ്രഷർ 10 മുതൽ 20 വരെയാണ്. 22-ൽ കൂടുമ്പോഴാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയും. 22, പിന്നെ ഓരോ പ്രായത്തിനും ഇതിനനുസരിച്ച് 23 എന്ന് പറയും. 22 വരെ നമ്മൾ നോർമലായി 10 to 20 ഓർക്കാൻ എളുപ്പം അതാണ്. ചോദിച്ചോളൂ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയെ കുറിച്ച് പറയാമോ? അതെ, റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസയെ കുറിച്ച് പറയാമോ? ഓക്കെ, അതായത് എങ്ങനെ ചികിത്സിക്കണം, അതായത് മാറണം? ശരി, അതൊരു ജനിതകമായ രോഗമാണ്. ഫെമിലിയലായിട്ട് പലതരത്തിലുള്ള ജനിതകം ആയിട്ട് അത് വരാം. അതായത് ചിലപ്പം ഒരു പേരന്റിനുണ്ട്, അവർ അതേ ഫാമിലിയിൽ വേറൊരു ആളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ റിസസീവ് ജീനായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാം കുട്ടികളിൽ.
അല്ലെങ്കിൽ പെട്ടെന്നൊരു മ്യൂട്ടേഷൻ നടന്നും വരാൻ സാധ്യതയുണ്ട്. സോ വിവിധ തരത്തിലുള്ള ജനിതകമായ ഒരു ഹെറിഡിറ്റി ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. സോ ഇതിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഏർലി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് ഒരു വെളിച്ചം കുറവുള്ള സമയത്ത് ഇവർക്ക് നടക്കാനും, ഇവർ പെട്ടെന്ന് കുട്ടികളാവുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിലൊക്കെ ഇവർ പെട്ടെന്ന് മുമ്പിലുള്ള സാധനങ്ങൾ കാണില്ല, ഇവർ തട്ടി തടഞ്ഞ് വീഴും, സ്വന്തം വീട്ടിൽ തന്നെ. അപ്പൊ വെളിച്ചം കുറയുന്ന അവസ്ഥയിൽ ഇവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ, ഇതാണ് ഫസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് അവർക്ക് വരുന്ന ഒരു സിംറ്റം. അപ്പൊ നമ്മൾ റെറ്റിനയിൽ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ബോൺസ് പിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് കാണുമ്പോഴാണ് നമ്മൾ അതിനെ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇനീഷ്യൽ സ്റ്റേജസിൽ കുറച്ച് നല്ല പോഷകപരമായ ആഹാരവും വൈറ്റമിൻ ഒക്കെ കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചികിത്സയായിട്ടുള്ളൂ. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ചികിത്സ ഇല്ല. ഒരു പരിധി വരെ ചികിത്സിക്കാം എന്നാണ് ഞാൻ പറയുമ്പോഴും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിധി വരെ ചികിത്സിക്കാം. അതെന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ. അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസാഗ്വിനസ് മാരേജ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. സോ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ് ആണ്. പിന്നെ വളരെയധികം പിന്നെ ഇതിൽ പരിസര കാഴ്ച കുറഞ്ഞു വരും. അങ്ങനെ നമുക്ക് വളരെയധികം പിന്നെ കുറഞ്ഞ കാഴ്ച ഒരു പരിധിയിൽ കുറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വൈറൽ വെക്ടേഴ്സ്, റെറ്റിനൽ വെക്ടേഴ്സ് എന്ന് പറയുന്ന ചില നൂതന ചികിത്സ ഇപ്പൊ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് കുറച്ചെങ്കിലും കാഴ്ച കിട്ടുന്ന തരത്തിലുള്ള മെത്തേഡ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഒരുപാട് കാഴ്ച കുറഞ്ഞു കഴിഞ്ഞാലേ ആ തരം ചികിത്സകൾ നമ്മൾ ഇന്ത്യയിലില്ല. ഇന്ത്യയിലേ ഇല്ല. ഈ പറഞ്ഞ ഏത് വിറ്റാമിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത് കൂടുതലും? സോറി, ഏത് വൈറ്റമിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞില്ലേ? ഏത് വൈറ്റമിനാണ് നമ്മൾ സപ്ലിമെന്റ് ചെയ്യാനുള്ളത്? എല്ലാ വൈറ്റമിൻസും കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പോഷകാഹാരം തന്നെയാണ് കഴിക്കേണ്ടത്. കണ്ണിന് വേണ്ട വൈറ്റമിൻ പ്രത്യേകിച്ച് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും, പിന്നെ പച്ചില വർഗ്ഗങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ മുരിങ്ങയില, മുരിങ്ങക്കായ, ചീര, പിന്നെ ഫിഷ്, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും, ഫിഷ് ലിവർ ഓയിൽ, ഫിഷ് പോലെ നമുക്ക് ക്യാരറ്റ്സ്, മധുരക്കിഴങ്ങ്, ബ്രോക്കോളി, പിന്നെ മത്തൻ, അങ്ങനെ നമുക്ക് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളിലുമാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഐ ഡ്രോപ്സ് ഒന്നും ഇല്ല. അടുത്ത ചോദ്യം ചോദിക്കാമോ? ചോദിക്കാം. ഞാന് ഒരു പ്രൊഫഷണലാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട് 79 ഇപ്പോ. എനിക്ക് 2 കണ്ണും കാറ്ററാക്ട് കഴിഞ്ഞാണ്. കേൾക്കാമോ? കേൾക്കാം സർ, കേൾക്കാം സർ. എന്ത് പ്രൊഫഷണൽ ആണെന്നും കൂടി പറയാമോ? ഞാൻ ലോയറാണ്. ഓക്കെ. ഞാനിപ്പോ എന്റെ 2 കണ്ണും കാറ്ററാക്ട് കഴിഞ്ഞാണ്. ഓക്കെ സർ. വലത്തെ കണ്ണിപ്പോ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഞാൻ കൺസൾട്ട് ചെയ്തപ്പോ അവര് ഇനി ഒരു ചെറിയ സർജറി ഇവിടെ നടത്തണം എന്നാണ് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഞാനത് ചെയ്തില്ല. ഒരു 1.5 മാസം മുമ്പാണ് അഡ്വൈസ് ചെയ്തത്. സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാൻ വേണം അത് ആവശ്യമുള്ളതാണോ എന്ന്. കാരണം 2 നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു 6 മാസം വരെ നിങ്ങൾക്ക് പോകാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് ഐ ബീൻ വെയിറ്റിംഗ് സിൻസ് ദാറ്റ്. ഓക്കെ സർ. സർ ഡയബറ്റിക് ആണോ സർ? ഇല്ല. ഓക്കെ. അപ്പൊ ഈ കാറ്ററാക്ടിന്റെ സർജറി ആദ്യം ചെയ്തതിന് ശേഷം രണ്ടാമതൊരു സർജറി വേണമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, 2 കണ്ണ് ചെയ്തു കഴിഞ്ഞു. അത് 6-7 വർഷത്തെ ഇടവേളയിലാണ് 2 ചെയ്തത്. ഈ ആദ്യം ചെയ്ത അതായത് റൈറ്റ് ഐ, അതിനാണ് ഈ പ്രശ്നമുള്ളത്. ആ പ്രശ്നം കാറ്ററാക്ട് സർജറി കഴിഞ്ഞ് ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഉള്ളിൽ വെച്ചിട്ടില്ല. ലെൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഒരു സർജറി നടത്തുന്നത്. ഓക്കെ. അല്ല, ചിലപ്പോ സാർ പറഞ്ഞില്ലേ വീണ്ടും സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതില് ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ലെൻസ് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ രണ്ടാമതൊരു സർജറി ചെയ്ത് ലെൻസ് വെക്കാറുണ്ട്. അപ്പൊ അതാണോ ഈ രണ്ടാമത് പറഞ്ഞ സർജറി എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്? ഇല്ല, 2 പ്രാവശ്യം ചെയ്തപ്പോഴും ഇത് ഉണ്ടായിരുന്നു, ലെൻസ് വെച്ചതിനാണ്. ശരി സാർ. വേറൊരു ക്വസ്റ്റ്യൻ, സാറിന് സർജറി ആണോ വേണമെന്ന് പറഞ്ഞ ലേസർ ആണോ വേണമെന്ന് പറഞ്ഞത്? അല്ല, സർജറി എന്നാ പറഞ്ഞത്. സ്കാൻ ചെയ്ത് അതിന്റെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ടാ പറഞ്ഞു സർജറി വേണ്ടി വരും. അപ്പൊ അത് റെറ്റിനയ്ക്കുള്ള സർജറി ആണോ വേണമെന്ന് പറഞ്ഞേ സർ?
അത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ആ ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾ ഒരു 6 മാസം ഇങ്ങനെ കുഴപ്പമില്ല, അത് കഴിഞ്ഞതിന് ശേഷം എങ്കിലും ചെയ്യേണ്ടി വരും, ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ. ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കണ്ണട എടുത്ത് ഞാൻ നെറ്റിയിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ വിഷൻ നോർമൽ വേയിൽ വിതൗട്ട് സ്പെക്ടാക്കിൾസ് ഓക്കെയാണ്. അതേസമയം വയ്ക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഇറിറ്റേഷൻ, ചെറിയൊരു അസ്വസ്ഥത തോന്നും, അത് ഞാനടുത്ത് മാറ്റും. മനസ്സിലായി സാർ. അപ്പൊ അതായത് നമുക്കിപ്പോ സാറ് പറഞ്ഞതിന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോ കറക്റ്റ് ആയിട്ട് സാറിനെ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ പറഞ്ഞ ഹിസ്റ്ററിന്ന് ഞാൻ ഇൻഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പോസിബിളി സാറിന് ഈ ലെൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ നമുക്ക് റെറ്റിനയിൽ സാറിന് ഇപ്പൊ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എപ്പിറെറ്റിനൽ മെംബ്രെയിൻ എന്ന് പറയുന്നതോ അങ്ങനെ എന്തെങ്കിലും സാറിനൊരു അങ്ങനത്തെ വല്ല ഈ ലെൻസുമായിട്ട് യാതൊരു ലെൻസിലാണല്ലോ നമ്മൾ കാറ്ററാക്ടിന്റെ സർജറി ചെയ്യുന്നത്. സോ ലെൻസുമായി ബന്ധമില്ലാതെ കണ്ണിന്റെ പുറകിൽ ബന്ധം വരുന്ന റെറ്റിനയിൽ നമുക്ക് എന്തെങ്കിലും സർജറി ആയിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. 2, നമുക്കിപ്പോ 6 മാസം കഴിഞ്ഞ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അത് അത്ര ഒരു എമർജൻസി ആയിട്ടോ അത്ര സിവിയർ ആയിട്ടോ ഒരു കണ്ടീഷൻ അല്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ചിലപ്പോ പലരും ഈ നമ്മൾ ലെൻസ് കാറ്ററാക്ട് ചെയ്യുമ്പോൾ ലെൻസ് വെക്കുന്നത് ഈ ലെൻസിന്റെ ചുറ്റും നമ്മുടെ നാച്ചുറൽ ലെൻസിന്റെ ചുറ്റും ഒരു ക്യാപ്സ്യൂൾ ഉണ്ട് സാർ. ഈ ക്യാപ്സ്യൂളിൽ നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള ഈ ഒപ്പേക്ക് ആയിട്ടുള്ള ലെൻസ് മാറ്റർ എടുത്ത് കളഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലെൻസ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാപ്സ്യൂൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, എങ്കിലല്ലേ നമുക്ക് ഈ ലെൻസ് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ക്യാപ്സ്യൂളിൽ ഒറിജിനൽ ആയിട്ടുള്ള കാറ്ററാക്ടിന്റെ ചേഞ്ച് ഈ ക്യാപ്സ്യൂളിലും വരാം. അങ്ങനെ ദാറ്റ് ഇസ് എ നോർമൽ തിങ്, ദാറ്റ് ഇസ് നോൺ ആസ് ആഫ്റ്റർ കാറ്ററാക്ട് അല്ലെങ്കിൽ പോസ്റ്റീരിയർ ക്യാപ്സുലർ ഒപ്പാസിഫിക്കേഷൻ എന്ന് പറയും ഞങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് അഗെയിൻ നമുക്ക് കാഴ്ച ചെറുതായിട്ട് മങ്ങൽ വരാം. ഓക്കെ. അപ്പോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ സർജറി അല്ല ചെയ്യുക, ലേസർ ആണ് ചെയ്യുക. ലേസർ ചെയ്തിട്ട് ഇതിന്റെ ഒത്ത നടുക്ക് നമ്മളൊരു കുറച്ചൊരു ചെറിയ ദ്വാരം പോലെ, എനിവേ നമുക്ക് ആ ക്യാപ്സ്യൂൾ എടുത്ത് കളയാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ ലെൻസ് അവിടെ ഇരിക്കണമല്ലോ. അപ്പൊ അതിന്റെ പുറകിൽ ഒരു ചെറിയ ഹോള് പോലെ ഉണ്ടാക്കിയാൽ വിഷൻ ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. പലരും ഈ ലേസർ എന്ന് പറയുന്നതിനെ സർജറി ആയിട്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതായിരിക്കാം ഒരു കാരണം. ഓക്കെ. പിന്നെ വേറെ നമുക്ക് സർജറി വേണ്ടി വരാവുന്ന പല കണ്ടീഷൻസ് ഉണ്ട് സാർ. ഈ ലെൻസിന്റെ പൊസിഷൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മാറാം, അങ്ങനെയാണെങ്കിൽ നമുക്കത് തിരിച്ചെടുത്തിടേണ്ടി വരാം. പിന്നെ സാർ ഇപ്പൊ പറഞ്ഞല്ലോ സാറിന്റെ കണ്ണാടി വെക്കാതെയാണ് സാറിന് കുറച്ചുകൂടെ ബെറ്റർ ആണ്. അത് മോസ്റ്റ്ലി വാട്ട് ഐ ഫീൽ ഇസ് ഐദർ യു ബി വെയറിംഗ് ഗ്ലാസസ് ഫോർ നിയർ. പലപ്പോഴും നമ്മൾ കണ്ണാടി വായിക്കാനായിട്ട് മാത്രം കൊടുക്കാറുണ്ട്, അത് പ്രോഗ്രസീവ് ആയിട്ട് വെക്കാറുണ്ട് ആളുകൾ. അപ്പം അതിന് അപ്പർ പോർഷൻ നമുക്ക് കണ്ണാടിയുടെ പവറേ കാണൂല, പ്ലാനോ ആയിരിക്കും മുകൾ ഭാഗം, വായിക്കാൻ മാത്രമായിരിക്കും കണ്ണാടി. പക്ഷെ അത് വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ താഴത്തെ പോർഷനിൽ കൂടി നമ്മൾ അറിയാതെ നോക്കിപ്പോയാൽ നമുക്ക് ഡിസ്റ്റന്റ് വിഷൻ കിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കാണുക. സോ അത് സാർ വായിക്കുമ്പോൾ മാത്രം വെച്ചാൽ മതി, കണ്ണാടി ഡ്രൈവ് ചെയ്യുമ്പോൾ വെക്കണം എന്നില്ല. പ്രോബബ്ലി യു ഹാവ് 6/6 വിഷൻ ആഫ്റ്റർ കാറ്ററാക്ട്. 1983 മുതൽ 82 മുതൽ ഗ്ലാസ് ഉപയോഗിക്കാം. അത് നമ്മൾ കാറ്ററാക്ട് ചെയ്യുമ്പോൾ സാർ ആ റിഫ്രാക്റ്റീവ് എററിനെയും കൂടി കറക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ദൂരക്കാഴ്ചയ്ക്ക് കണ്ണാടി വെക്കേണ്ടാത്ത തരത്തിലുള്ള ലെൻസാണ് നമ്മൾ അകത്തിടുന്നത്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും കണ്ണാടി വേണ്ടി വരില്ല. അങ്ങനെ നമുക്ക് കാണാം. ഞാൻ ഈ സ്പീച്ച് ഇതുമായിട്ട് സ്പീച്ചല്ല ഈ ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഈ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾ അവിടെ ഉണ്ടല്ലേ? ഇവിടെ അല്ല സർ, ഇത് ഞാൻ പ്രിസൈസ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. PMG ജംഗ്ഷനിലുള്ള പ്രിസൈസ് ഹോസ്പിറ്റലിലാണ് ഞാൻ ഇവിടെ ഒരു ടോക്കിന് വേണ്ടി മാത്രം വന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. മറ്റാർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി ഇപ്പൊ ചോദിക്കാവുന്നതാണ്. മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. ആബിൾഡ് ആണ്, അപ്പൊ പ്രശ്നമാണ്. അപ്പൊ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വൈറ്റമിൻ ഇത് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി എന്താ ചെയ്യുക? ചിലരുടെ നെർവിന്റെ ഒക്കെ പ്രശ്നമാണ് വരുന്നത് എന്നാണ് ഡോക്ടർ. സർ ക്ലിയർ അല്ല, സാർ പറയുന്നത് ക്ലിയർ അല്ല, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ പറയൂ സർ, കേക്കട്ടെ. മാം, പിന്നെ ഞാനൊരു ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടിയുടെ ഫാദറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കുറെ കുട്ടികൾ നമുക്ക് അവിടെ വരുന്നത് പലർക്കും കണ്ണിന് പ്രശ്നമാണ് വരുന്നത്. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് കാലക്രമേണ ശരിയാവും. പക്ഷെ അതിൽ ചെറിയ കുട്ടികളുടെ നെർവിന്റെ പ്രശ്നം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന് നമുക്ക് ഈ നെർവിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻ അല്ലാതെ ഈ വൈറ്റമിൻസ് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഏതാണ് ഏറ്റവും നമുക്ക് പ്രിഫറബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന
വൈറ്റമിൻ. എല്ലാ കുട്ടികളും എല്ലാ ഭക്ഷണം കഴിക്കില്ല, അത് നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ അതിൽ ഏറ്റവും നല്ല പ്രിഫറബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ, ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്? ഓക്കെ സർ, ഞാനിപ്പം ഒന്ന് പറയുന്നത് ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികൾ എന്ത് ഇപ്പൊ ADHD ആണോ, ഓട്ടിസം ആണോ, സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക്. അതിൽ സെറിബ്രൽ പാൾസി ഉണ്ട്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ബ്രെയിൻ റിലേറ്റഡ് കാരണങ്ങൾ കൊണ്ട് സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കുട്ടികളെയും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഈ വിഷൻ സ്റ്റിമുലേഷൻ എക്സസൈസ് ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത്. ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഡയറ്റ് തന്നെയാണ് സർ. അത് കുട്ടികൾക്കാണെങ്കിലും അഡൽസിനാണെങ്കിലും നമുക്ക് വൈറ്റമിൻ A റിച്ച് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്ക് ഗമ്മീസ് പോലെയൊക്കെ അവൈലബിൾ ആണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഈ വൈറ്റമിൻ A അതുപോലെ അതിന്റെ ഈ പ്രിക്കസേഴ്സ് ല്യൂട്ടീൻ, സിയാക്സാന്തീൻ എന്നൊക്കെ പറയുന്ന അതിന്റെ പ്രിക്കസേഴ്സ് ആയിട്ടുള്ള അതുപോലെ വൈറ്റമിൻ C, സിങ്ക്, പിന്നെ വൈറ്റമിൻ D, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും കാഴ്ചശക്തിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗമ്മീസ് പോലെയും ഇപ്പൊ അവൈലബിൾ ആണ് നമ്മുടെ അവിടെയൊക്കെ. പക്ഷെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഭക്ഷണം ഞാൻ ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഡയറ്റ് തന്നെയാണ്. യെല്ലോ ഓറഞ്ച് കളേർഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മുരിങ്ങക്കായ, ഫിഷ്, ക്യാരറ്റ്സ്, പംകിൻസ്, ഇതൊക്കെയാണ് നമുക്ക് റിച്ച് ഇൻ വൈറ്റമിൻ A ആയിട്ടുള്ളത്. ഫിഷ് വിത്ത് സ്കിൻ ഓൺ. ഫിഷ് നമ്മൾ കഴിക്കുമ്പോൾ പറ്റുന്നത്ര തോല് കളയാതെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഫിഷിന്റെ സ്കിന്നിന്റെ തൊട്ട് താഴെയാണ് അവിടുത്തെ എല്ലാ വൈറ്റമിൻസും omega-3 കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. സോ തോല് കളയാതെ ജസ്റ്റ് ആ സ്കെയിൽസ് മാത്രം റിമൂവ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഹലോ മാം. യെസ്, പറയൂ. നമ്മളെ കണ്ണിന് ചുറ്റും കണ്ടടത്തിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ചലിക്കുന്ന പോലെ, അതായത് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നത് ബുദ്ധിമുട്ടാണോ? ട്വിച്ചിങ് എന്നാണ് അതിനെ പറയുന്നത്. ട്വിച്ചിങ് ഇത് വരുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കണ്ണിന്റെ പോളയിലുള്ള ചെറിയ മസിൽസ്, വളരെ ചെറുതായിട്ടുള്ള സ്മോൾ മസിൽസ് ആണ്. ഇത് ഇങ്ങനെ ഫാസിക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത്. ഇതിന്റെ കാരണങ്ങൾ ഏറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സ്ട്രെയിൻ തന്നെയാണ്. ഐ സ്ട്രെയിൻ നമ്മൾ ഒഴിവാക്കുക. സോ അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് തണുപ്പൊക്കെ വെച്ച് കൊടുക്കുക, ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് എടുക്കുക, നല്ല വെളിച്ചമുള്ള മുറിയിലിരിക്കുക, അങ്ങനത്തെ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമുക്ക് ഈവൻ ഒരു ലൂബ്രിക്കേഷൻ ഡ്രോപ്പ് ഇടുന്നതും കോൾഡ് കംപ്രസ് വെക്കുന്നതും നമുക്ക് ട്വിച്ചിങ് മാറാൻ ഹെൽപ്പ് ചെയ്യും. മറ്റുള്ള 2 കാരണങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒന്ന് കാൽഷ്യം ഡെഫിഷ്യൻസി, മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ആണ്. നമ്മൾ എസ്പെഷ്യലി ലേഡീസിന് നമുക്ക് കാൽഷ്യം സാധാരണ ആണുങ്ങൾക്കും ആവശ്യമാണ് കാൽഷ്യം, ലേഡീസിനും ബ്ലഡ് ലോസ് വരുന്നത് കൊണ്ട് കാൽഷ്യം വളരെയധികം ആവശ്യമാണ്. അത് മാത്രമല്ല നമുക്കിപ്പോൾ അതുകൊണ്ട് ഡയറ്റിൽ കാൽഷ്യം ഇൻക്ലൂഡ് ചെയ്യുക. കാൽഷ്യം സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ കഴിക്കുന്നതും കാൽഷ്യം നമുക്കിപ്പോൾ ഷെൽക്കാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാൽഷ്യം ടാബ്ലറ്റ്സ് നിങ്ങളുടെ ഫിസിഷ്യനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാൽഷ്യം മെഗ്നീഷ്യം കോമ്പിനേഷൻസ് ഉണ്ട്, അതെല്ലാം കഴിക്കുന്നത് ഈ ട്വിച്ചിങ് മാറാനായിട്ട് സഹായിക്കും. പക്ഷേ ഈ തരുന്ന കാൽഷ്യം നമുക്ക് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ D നോർമൽ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇൻഡോർ ആക്ടിവിറ്റി ആണ് കൂടുതൽ, ലാക്ക് ഓഫ് സൺലൈറ്റ് എക്സ്പോഷർ. അങ്ങനെ നമ്മൾ സണ്ണിൽ പോകുന്നെങ്കിൽ തന്നെ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ഇടുന്നത്. സോ നമ്മുടെ 40% ഓഫ് ദി എക്സ്പോസ്ഡ് സ്കിന്ന് വഴി നമുക്ക് സൺലൈറ്റ് 2 hours കിട്ടുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ D കിട്ടുന്നത്. സോ വൈറ്റമിൻ D നോർമൽ ആണെങ്കിലേ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുള്ളൂ. സോ ഈ 2 കാര്യങ്ങളും കൂടി അഡ്രസ് ചെയ്താലേ നമുക്ക് ഈ ട്വിച്ചിങ് മാറാൻ പറ്റുള്ളൂ. മാം, നമ്മുടെ ഈ മസിൽസിന് സ്ട്രെങ്തൻ കിട്ടാൻ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കാഴ്ച, അതായത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് പിടിക്കാൻ പറ്റാതെ പലപ്പോഴും കണ്ണടഞ്ഞു പോകുന്ന പോലെ തോന്നണം. ദൂരെയുള്ള വസ്തുക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോഴേ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഡം, എന്താ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണോ? മൊബൈലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണോ? മൊബൈലിൽ നോക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ അത് നമുക്ക് കുറയ്ക്കുക. ഈ പറയുന്ന പോലെ കോൾഡ് കംപ്രസ് വെക്കുക, ഐ സ്ട്രെയിൻ കുറയ്ക്കുക. പിന്നെ നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് നിയറിൽ ഫോക്കസ് ചെയ്യാൻ, ഇപ്പൊ ചിലർക്ക് കൺവെർജൻസ് ഇൻസഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടാവും. അവിടെ നമുക്ക് ഈ നിയറിലേക്ക് ഫോക്കസ് വരുത്തി കണ്ണ് കൺവെർജ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമുക്കിപ്പോൾ കണ്ണിന്റെ പോളകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് എക്സസൈസ് ഇല്ല. പക്ഷെ ഈ കണ്ണിനകത്തുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ഞാൻ ഈ പറഞ്ഞ പെൻസിൽ പുഷപ്പ് എക്സസൈസസ്, അങ്ങനത്തെ കുറച്ച് എക്സസൈസസ് ഒക്കെ അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചാണ് നമ്മളത് പറഞ്ഞു തരുന്നത്. മെഴുകുതിരി അടുത്തും അകലെയും കാണിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടോ, എക്സസൈസ് ഉണ്ടോ?
അത് അങ്ങനത്തെ എക്സസൈസസ് കുറച്ച് അരബിന്ദോന്റെ ഒരു ഈ ട്രെയിനിങ്ങിലൊക്കെ കുറച്ച് എക്സസൈസ് അവർ കൊടുക്കുന്നുണ്ട് കാഴ്ചക്കുറവ് മാറ്റാനായിട്ടും. അതും നമ്മുടെ മോഡേൺ മെഡിസിനിൽ അതിനെപ്പറ്റി അങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് അതിനെ എനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അവകാശമില്ല. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. Good morning. മാം ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ലോങ് സൈഡ് മങ്ങിയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അതിന് അടുത്ത ഇതെന്താണെന്ന് പറയാമോ? ഓക്കെ, മാമിന്റെ ഏജ് ഒന്ന് പറയാമോ? എനിക്ക് 58. സോറി, 58, 58. ഡയബറ്റിക് ആണോ മാം? ഇല്ല അല്ല. അല്ല. ഓക്കെ, ആർത്രൈറ്റിസ് ഉണ്ട്. ആർത്രൈറ്റിസ് ഉണ്ട്. ഓക്കെ. സോ ഈ ഡയബറ്റിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലഡ് ഷുഗറിന്റെ ഫ്ലക്ച്വേഷൻ കൊണ്ട് തന്നെ കാഴ്ചക്കുറവ് വരാം. സോ ഇപ്പൊ മാം തന്നെ ഇപ്പൊ 58 ആയി എന്ന് പറയുന്നു, മാം ഒന്ന് കണ്ണാടിയുടെ പവർ ചെക്ക് ചെയ്യാനായിട്ട് പോകണം. റീസെന്റ് എപ്പോഴാണ് കണ്ണാടിയുടെ പവർ ചെക്ക് ചെയ്തത്? 1 year ആകെയാണ്. 1 year ആയി. അപ്പൊ നമുക്കൊരു 6 months ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ പവർ വ്യത്യാസം വരാം. സോ ആ ഒരു ബ്ലറിംഗ് വിഷൻ തോന്നുമ്പോൾ ഒരു 30 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞവരെല്ലാം ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് ഫാസ്റ്റിംഗ് ഒരു 120 കുറവ്, പോസ്റ്റ് പ്രാൻഡിയൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 200 കുറവുള്ള ഒരു ദിവസം നമ്മൾ കണ്ണട ചെക്ക് ചെയ്താലേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. ആർത്രൈറ്റിസിൽ ഏറ്റവും അധികം കണ്ണിൽ വരുന്ന ഒരു കാര്യം ഡ്രൈനെസ് ആണ് മാം. സാധാരണ ആളുകൾക്കുള്ളതിനേക്കാളും ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഡിജിറ്റൽ സ്ട്രെയിൻ കൊണ്ട്, AC എക്സ്പോഷർ കൊണ്ട്, പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് ഈച്ച് ആൻഡ് എവ്രി വൺ ഹാസ് ഡ്രൈ ഐസ് നൗ. പക്ഷെ ആ ഒരു ഡ്രൈനെസിന്റെ ഇത് കൂടുതലാണ് നമുക്ക് ആർത്രൈറ്റിസ് ഉള്ളവര്, തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളവര്. തൈറോയിഡ് ഉണ്ട്, എനിക്ക് തൈറോയിഡ് ഉണ്ട്. ചെക്ക് ചെയ്തപ്പോ എനിക്ക് ഡ്രൈനെസ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ്. അപ്പൊ ഡ്രൈനെസ് തന്നെ കാഴ്ചക്കുറവ് വരാനുള്ള ഒരു കാരണമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് മോയ്സ്ചറൈസർ ഡ്രോപ്സ് യൂസ് ചെയ്ത് നമുക്കത് ശരിയാക്കാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്പ്, കടയിൽ പോയിട്ട് ടിയർ ഡ്രോപ്പ് തരാൻ പറഞ്ഞാൽ തന്നെ മതി, അത് ഓവർ ദ കൗണ്ടർ അവൈലബിൾ ആണ്. അത് ഡെയിലി 3 4 എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, ഓരോരുത്തരുടെ സിവിയറിറ്റിക്ക് അനുസരിച്ച്. ആൻഡ് കണ്ണ് ഈ ഡ്രൈനെസ് വരുമ്പോൾ കണ്ണ് തിരുമുന്ന ഒരു ടെൻഡൻസി വരും, കണ്ണിൽ പൊടി വീണതായിട്ട് തോന്നും. അപ്പൊ തിരുമരുത്, തിരുമുന്നതും നമ്മുടെ കാഴ്ച മങ്ങാനൊരു കാരണമാണ്. പക്ഷേ ഒരു 58 years വിത്ത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടേക്കൺ ലോട്ട്സ് ഓഫ് സ്റ്റീറോയിഡ്സ് അല്ലെങ്കിൽ മീത്തോട്രെക്സേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടാവാം. സോ മെഡിസിൻസ് കൊണ്ട് നമുക്ക് കാറ്ററാക്ട് കുറച്ച് ഏർലി ഏജിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കാറ്ററാക്ട് ലെൻസ് ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ മുടി നരയ്ക്കുന്നത് പോലെ തന്നെ കണ്ണിനകത്തുള്ള ലെൻസിന്റെ കളർ മാറാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ചേഞ്ചസ് ഓഫ് ഗ്ലാസസ് ആണ്. അതായത് നമുക്കൊരു 6 മാസം കൂടുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ പവറിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് മാഡം ആദ്യം ചെയ്യേണ്ടത് ഷുഗർ ഒന്ന് നോക്കുക, ലൂബ്രിക്കേഷൻ ഡ്രോപ്പ് ഇടുക, കണ്ണാടിയുടെ പവർ ചെക്ക് ചെയ്യുക, കണ്ണിന്റെ പ്രഷർ എല്ലാം ചെക്ക് ചെയ്യുക. കാരണം ഈ സ്റ്റിറോയിഡ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ കണ്ണിന്റെ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടും കാഴ്ചക്കുറവ് വരാം. സോ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ണാടി എല്ലാം നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്താണ് മാമിന് ട്രീറ്റ്മെന്റ് വേണ്ടത് എന്നുള്ളത്. ഹലോ മാം, ഒരു ചോദ്യം. യെസ് സർ. അതായത് നമ്മൾ കണ്ണിൽ എന്തെങ്കിലും പൊടി അങ്ങനെയൊക്കെ വീഴുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ മുലപ്പാൽ ഒഴിക്കുക എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മിത്ത് പോലെ പറയുന്നുണ്ട് രാവിലെ സൂര്യനെ നോക്കിയാൽ കണ്ണിന് ആരോഗ്യം ഉണ്ടാവും എന്നുള്ളത്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് യൂസ് ചെയ്യുന്ന, മുലപ്പാൽ യൂസ് ചെയ്യുന്ന കാര്യം, അതായത് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹമാണ്, കാരണം മുലപ്പാൽ എന്ന് പറയുന്നതിൽ ഒരുപാട് നമ്മുടെ ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ആന്റി ബാക്ടീരിയൽ ഏജൻസ് നമ്മുടെ മുലപ്പാലില് കണ്ടന്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉള്ളത് കൊണ്ടായിരിക്കാം അന്നത്തെ ആളുകൾക്ക് വേറെ ഒരു ചികിത്സയും ഇല്ല എന്നുള്ളത് കൊണ്ട് അവരത് ഒഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് നമുക്കത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരുപാട് മോഡേൺ മെഡിസിനിൽ സ്റ്റെറൈലായിട്ട്, ഇപ്പൊ മുലപ്പാലിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നത് അതിന്റെ ലാക്ക് ഓഫ് സ്റ്റെറിലിറ്റി ആണ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ സപ്പോസ് ഒരു കണ്ണിൽ നമുക്കൊരു റെഡ്നെസ് വന്നു, ഒരു വേദന വന്നു, അത് ചിലപ്പോൾ കൃഷ്ണമണിയിലുള്ള ചെറിയൊരു മുറിവായിരിക്കാം. ഈ ഒരു മുറിവില് നമ്മൾ ഈ അൺസ്റ്റെറൈൽ ആയിട്ടൊരു സാധനം, അതും ഒരു ഓർഗാനിക് സംഭവമാണ്, ഒരു പാലാണ്, അതുപോലെ നമുക്കൊരു പെട്ടെന്ന് ബാക്ടീരിയക്ക് വളരാൻ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയമാണ് ഈ പാലെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കണ്ണിൽ ഈ മുറിവുള്ള സ്ഥലത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ അവിടത്തേക്ക് ഇൻഫെക്ഷനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഇൻഫെക്ഷൻ അവിടെ വന്നാൽ കൃഷ്ണമണിയിലെ മുറിവ്, സാധാരണ മുറിവുകൾ നമ്മളൊരു സാധാരണ ഒരു ലൂബ്രിക്കന്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഒരു ആന്റിബയോട്ടിക് ഡ്രോപ്പ് ഇട്ട് കൊടുത്താലോ അത് പെട്ടെന്ന് അത് ഹീലായി അവിടെ ഒരു സ്കാറും ഉണ്ടാവില്ല. പക്ഷെ അത് തന്നെ ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അതൊരു സ്കാറായി മാറും. അത് സെന്ററിൽ എങ്ങാനും ആണെങ്കിൽ പൂർണ്ണമായിട്ട് കാഴ്ച നഷ്ടപ്പെടും. നമ്മൾ
ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കോണിയൽ ഒപ്പാസിറ്റീസ്, കൃഷ്ണമണിയിൽ വരുന്ന തഴമ്പുകൾ, സ്കാറുകൾ, അത് പെർമനന്റ് കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് മോഡേൺ മെഡിസിനിൽ ഇത്രയും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കുമ്പോൾ മുലപ്പാൽ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രാവിലെ സമയത്ത് സൂര്യനെ നോക്കുന്നത്. ഏത് സമയത്തും സൂര്യനെ ഡയറക്ട്ലി നോക്കരുത്. കാരണം അതുകൊണ്ടാണ് നമ്മൾ സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ് ഒക്കെ ഉള്ളപ്പോൾ സൂര്യനിൽ നോക്കരുതെന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറവായതുകൊണ്ട് യു കൻ ആക്ച്വലി ഡയറക്ട്ലി ലുക്ക് അറ്റ് ദ സൺ. ആ ഡയറക്റ്റ് സൺ റേസ് ആർ ടോക്സിക് ടു ദ റെറ്റിന. മാക്യുലയിൽ ബേൺസ് ഉണ്ടാക്കും, അങ്ങനെ ഹോൾസ് ഉണ്ടാക്കും. സോളാർ ബേൺസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ഡയറക്റ്റ് വ്യൂവിങ് ഓഫ് ദ സൺ. നമ്മളിപ്പോൾ ആരും രാവിലെ എണീച്ച് സൂര്യനെ കാണാന്ന് പറഞ്ഞ് നേരിട്ട് സൂര്യനെ നോക്കിയാലും നമുക്ക് ഒരു പരിധി വരെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. നമുക്ക് കണ്ണ് ഡയറക്ട്ലി സൂര്യനിൽ നോക്കാൻ പറ്റില്ല. ബട്ട് ഡു നോട്ട് അറ്റംപ്റ്റ് ടു ഡു ദാറ്റ് എന്നുള്ളതാണ്. നമ്മളത് നോക്കരുത്, ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശത്തിലോട്ട് നോക്കരുത്. പക്ഷെ അതേസമയം സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് ഇരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നമ്മൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് ഒരു 40% സ്കിൻ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അതുപോലെ സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോൾ കണ്ണിനകത്ത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലിന്റെ സെക്രീഷൻ വരുന്നു എന്നാണ് പറയുന്നത്. ഈ ഡോപ്പമിൻ സെക്രീഷൻ ഇൻഫാക്ട് ളുടെയും നമ്മുടെയും ഒക്കെ കണ്ണിന്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. സോ ഡോപ്പമിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത്, അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇരുന്ന് വായിക്കുന്നതിനേക്കാളും, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഡിജിറ്റൽ യൂസ്, കമ്പ്യൂട്ടർ യൂസ്, മൊബൈൽ യൂസ് ഒക്കെ വീട്ടിന്റെ പുറത്തിരുന്ന് സൺലൈറ്റ് ഉള്ള സ്ഥലത്ത്, സൺലിറ്റ് ഏരിയയിൽ ഇരിക്കുന്നത് കണ്ണിന് നല്ലതാണ്. ബട്ട് നോട്ട് ടു ലുക്ക് അറ്റ് ദ സൺ ഡയറക്ട്ലി. ഹലോ മാഡം, യെസ്, ഐ ഫ്ലോട്ടേഴ്സ് മാറ്റാൻ പറ്റുമോ മാഡം? എന്റെ 2 കണ്ണിലും ഓരോ ഐ ഫ്ലോട്ടർ ഉണ്ട്. ഫ്ലോട്ടർ, ഫ്ലോട്ടർ, ഒരു ബ്ലാക്ക്, ഒരു ബ്ലാക്ക്. ഇത് അതെനിക്ക് കണ്ണിങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അറിയാൻ പറ്റും. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു 3D എഫക്റ്റ് പോലെ അറിയാം. ഒന്നിലൊരു അപ്പൊ അതിനെന്താണ് ട്രീറ്റ്മെന്റ് ഉള്ളത്? എനിക്ക് 2 കണ്ണിലും ഉണ്ട്. ഒരു കണ്ണില് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത കണ്ണിൽ വന്നു. വന്നിട്ട് ഒരു 4 വർഷത്തോളമായി. ഒരു റൗണ്ട് ആയിട്ട്, ഒരു റിംഗ് ഷേപ്പിൽ റൗണ്ട് ആയിട്ടാണോ മാമിന് കാണുന്നത്, അതോ കുത്തായിട്ടാണോ? റൗണ്ട് ആയിട്ടാണ്. ഒന്ന് ചെറിയൊരു ഓവൽ ഷേപ്പ് പോലെ, ഒന്ന് റൗണ്ട് ആയിട്ട്. വലുതല്ല, രണ്ടും ചെറുതാണ്. ആ ഐ ഫ്ലോട്ടറിലൂടെ നോക്കുമ്പോ നമുക്കൊരു മങ്ങലുണ്ട്, പുറമെ മങ്ങലുണ്ട്. ഏജ് ഒന്ന് പറയാമോ മാമിന്റെ? ഏജ് എനിക്ക് 57 വയസ്സുണ്ട്. പിന്നെ CA ബ്രസ്റ്റ് വന്നിപ്പോ 2 വർഷമായിട്ട് കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഒരു 10 വയസ്സായപ്പോഴും തൊട്ട് ഞാൻ കണ്ണട, ഷോർട്ട് സൈറ്റിന് കണ്ണട വെച്ച് തുടങ്ങിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മാമിന് കാഴ്ചക്കുറവുണ്ടോ എന്നുള്ളത്? ഓക്കെ, കാഴ്ചക്കുറവുണ്ട്. 2 കാര്യങ്ങളുണ്ട് സർ, ഉണ്ട് മാം. ഒന്ന്, മാമിന് ഈ റിംഗ് ഷേപ്പില്, ഓവൽ ഷേപ്പില് കാണുന്നത് ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വൺ ഓഫ് ദ നോർമൽ ഏജിങ് ചേഞ്ചസ് ആണ്. നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങുന്നത് പോലെ കണ്ണിനകത്തൊരു വിട്രിയസ് ജെൽ എന്ന് പറഞ്ഞിട്ടൊരു ജെല്ലുണ്ട്. ഈ ജെല്ലൊന്ന് ചുങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ബലൂൺ നമ്മൾ വീർപ്പിച്ചിരിക്കുമ്പോൾ നമുക്കത് അതായിട്ടൊരു കാണാൻ പറ്റില്ല. അതേസമയം ഒന്ന് പൊട്ടി ചുങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റില്ലേ? അതുപോലെ ഈ ജെല്ലി ഇങ്ങനെ സ്ട്രെച്ച്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടെ ക്ലിയർ വിഷൻ കിട്ടും. അത് ഡിറ്റാച്ച് ആയിട്ട് നമ്മുടെ റെറ്റിനയിൽ നിന്ന് അത് ഡിറ്റാച്ച് ആയി അത് ചുങ്ങി വരുന്ന സമയത്ത് നമുക്കതൊരു റിംഗ് ആയിട്ട്, വീസ് റിംഗ് എന്നാണ് ഞങ്ങൾ അതിന് പേര് പറയുന്നത്. അത് ഒരു നോർമൽ ഏജിങ് ചേഞ്ച് ആണ്. പക്ഷേ മാമിന് മയോപ്പിയ ഉള്ളത് കൊണ്ട്, മയോപ്പിയ ഉള്ളവർക്ക് ഓൾറെഡി കണ്ണിന്റെ നീളം കൂടുതലാണ്, അവരുടെ റെറ്റിന ഓൾറെഡി സ്ട്രെച്ച്ഡ് ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് അത് റെറ്റിനയിൽ പുള്ള് ചെയ്യാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിനകത്ത് ഫ്ലാഷസ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ലൈറ്റ്നിങ് ഫ്ലാഷ് പോലെ അല്ലെങ്കിൽ ഒരു ക്യാമറ ഫ്ലാഷ് പോലെ കണ്ണിനകത്ത് തോന്നിയിട്ടുണ്ടോ? ഒരു വെളിച്ചം ഇത് തുടങ്ങിയപ്പോഴോ വേണം? അങ്ങനെ ഫ്ലാഷസ് കണ്ടാൽ അതൊരു എമർജൻസി ആണ്, അതൊരു വാർണിംഗ് സൈൻ ആണ്. അത് റെറ്റിനയിൽ പുള്ള് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ കണ്ടാൽ അവിടെ ഹോള്, ടയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ലേസർ ചെയ്ത് അത് പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ടോട്ടലി റെറ്റിന ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പെർമനന്റ് കാഴ്ചക്കുറവാണ്. അപ്പൊ അതിലോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു റെറ്റിന കൺസൾട്ടന്റിനെ കാണിക്കുക. എന്നിട്ട് ഡയലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് ആ ലേസർ ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേസർ ചെയ്യും. മേഡം, അത് പ്രിസൈസിൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് 4 റെറ്റിന കൺസൾട്ടൻസ് ആണ് അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരു ദിവസം രാവിലെ ലോങ് സൈറ്റും ഇപ്പോഴും ലോങ് സൈറ്റും ഉണ്ട്,
ഷോർട്ട് സൈറ്റും ഉണ്ട്. പവർ ഹൈ പവറാണ്. മനസ്സിലായി. -9 വെച്ചിരുന്നത്. അതിപ്പോ ഇടയ്ക്ക് ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇത്രയും പവർ കൂട്ടി വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കുറച്ച് -8 മറ്റത് 3 ഉണ്ട്. എന്തായാലും നാളെ തന്നെ ഫ്ലാഷസും ഫ്ലോട്ടേഴ്സും ഉള്ളത് കൊണ്ട് നാളെ തന്നെ രാവിലെ പ്രിസൈസിലെത്തി റെറ്റിന കൺസൾട്ടന്റിനെ കാണിക്കാം. തന്നെ രണ്ടാഴ്ച മുന്നേ എന്റെ കണ്ണിലൊരു പ്രാണി പോയിരുന്നു. വണ്ടി ഓടിക്കുന്നേരം കണ്ണ് നല്ലോണം ചുവന്ന് വന്നിരുന്നു. അപ്പൊ പിറ്റേന്ന് തന്നെ പോയി കാണിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണ് കാണിച്ചത്. ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഇറ്റിച്ച് കഴിഞ്ഞ്, പക്ഷെ ഇപ്പൊ ഒരു കറുത്ത പാട് ചെറുങ്ങനെ, പിന്നെ ഒരു ചോപ്പും, അങ്ങനെ കണ്ണിന് പൂർണ്ണമായിട്ടുള്ള സാധാ അവസ്ഥയല്ല. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ മാം, ഒരു കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിലെ പരിക്കുകൾ ആരും ചെറുതായി കാണരുത്. അത് ഇമ്മീഡിയറ്റ്ലി അതിനൊരു അത് എത്രമാത്രം അതിൽ നമുക്ക് ആഴത്തിലാണ്, എത്രമാത്രം ആണ് അത് ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് നമുക്ക് അറിയണമെങ്കിൽ ഇതുപോലെ നമുക്ക് കേട്ടിട്ടും അറിയാൻ പറ്റില്ല. ഈവൻ വെറുതെ ടോർച്ച് ലൈറ്റ് അടിച്ചാൽ പോലും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. കണ്ണ് ഇത്രയും ചെറിയൊരു സംഭവമാണ്. അത് മാഗ്നിഫൈ ചെയ്യുന്ന ആ സ്ലിറ്റ് ലാമ്പ് ബയോ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിൽ ഇരുന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മാഗ്നിഫൈ ചെയ്ത് എത്രമാത്രം ആ ഇഞ്ചുറി ഉണ്ട്, അവിടെ മുറിവാണോ, അതോ അവിടെ അതിൽ മുറിവിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, അതോ കണ്ണിനകത്തോട്ട് ചതവ് പോലെ ഇൻഫ്ലമേഷൻ പോലെ വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ആ മെഷീനിൽ ഇരുന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ മാഡം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഒഫ്തൽമോളജിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് വേണം നമുക്ക് തീരുമാനിക്കാനായിട്ട്. അല്ലാതെ ഞാൻ ഓഫ് ഹാൻഡ് ആയിട്ട് ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. Madam, may I know your name, please? I'm Dr. Anita Prabhakaran, Precise Specialty Eye Care, PMG Junction le work. I know. Thank you very much. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് 31 വയസ്സിൽ കണ്ണിൽ ഞരമ്പിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാഴ്ച കുറഞ്ഞു വന്നു, കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടു. പിന്നീട് 3 മാസം കൊണ്ട് അത് തനിയെ ശരിയായി. ഇപ്പോൾ കോൾഡ് വരുമ്പോഴും കാലാവസ്ഥ ചേഞ്ച് ആകുമ്പോഴും കാഴ്ച ശരിക്കും വന്നു. ഈ സമയത്ത് തലവേദന എപ്പോഴും ഉണ്ടാകാറുണ്ട്. കണ്ണട വെക്കുന്നുണ്ട്. ബിസിനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ കണ്ണിന്റെ ഞരമ്പിന് പ്രോബ്ലം 30 വയസ്സിൽ എന്ന് പറയുന്നതും കാഴ്ച കുറഞ്ഞു വന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ കാര്യത്തിന് നമ്മൾ 2 ഡയഗ്നോസിസ് ആണ് ആലോചിക്കുന്നത്. ഒന്ന് CSR എന്ന് പറയും, സെൻട്രൽ സീറസ് കോറിയൽ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ കണ്ണിന്റെ ഒത്ത നടുക്ക് നീർക്കെട്ട് വരുന്ന ഒരു അവസ്ഥ. ഇത് ചെറുപ്പക്കാരിലാണ് കണ്ടുവരുന്നത്. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു 20, 30, 40 വയസ്സിനകത്തുള്ള ആളുകൾക്ക് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇത് വരുന്നതിന്റെ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഒത്ത നടുക്കാണ്. ഇപ്പൊ ഒരാളെ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ മങ്ങലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വളവ് കാണാം, ഡിസ്റ്റോർട്ടഡ് ആയിരിക്കാം. അപ്പൊ സെൻട്രൽ വിഷനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് സ്പോണ്ടേനിയസ്ലി റിസോൾവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. തനിയെ മാറുന്ന ഒരു 2 മാസം 3 മാസം കൊണ്ടൊക്കെ ഇത് കുറഞ്ഞു വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് വീണ്ടും വരാം, റിക്കറൻസ് വരാം. ഇത് വരാനും ഇത് റിക്കർ ചെയ്യാനുമുള്ള, ഇത് വീണ്ടും വരാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെന്റൽ സ്ട്രെസ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈൻഡ് കാമാക്കി വെക്കാനുള്ള ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ജോലിയിൽ പല ടാർഗറ്റ്സും, പല കുട്ടികൾക്ക് ഒരുപാട് എക്സാം സ്ട്രെസ്, തീരെ ചെറിയ കുട്ടികൾക്ക് കാണാറില്ല, ഒരു 20s അപ്പൊ അങ്ങനെ വരുന്ന ഒരു സ്ട്രെസ്, എന്തെങ്കിലും വിധത്തിലായിട്ടുള്ള എക്സസ് സ്ട്രെസ് ആണ് ഇതിന്റെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ മൈൻഡും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്, ബോഡിയുടെ പോലെ തന്നെ മൈൻഡും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതിന്റെ ഒരു പ്രസക്തി ഇവിടെ വരുന്നുണ്ട്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത് ഒപ്റ്റിക് ന്യൂറൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ചിലപ്പോൾ നമുക്ക് അത് പക്ഷെ ചികിത്സിച്ചാലേ മാറുള്ളൂ യൂഷ്വലി. അതിലും നമുക്ക് അതായിരിക്കാം ഈ ഞരമ്പിന്റെ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഊഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് വളരെ ചുരുക്കം ചിലരിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടോ അല്ലെങ്കിൽ ചികിത്സ കൊണ്ടോ മാറുന്ന ഒരു കണ്ടീഷനാണ്, പൂർണ്ണമായിട്ടും മാറുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷേ ഇപ്പൊ ഈ കാലാവസ്ഥ ചേഞ്ച് വരുമ്പോ എത്രമാത്രം അത് ഇതിങ്ങനെ
എന്താ പറയാ പിന്നെയും കാഴ്ചക്കുറവ് വരുന്നു എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നെനിക്ക് തീർത്ത് പറയാൻ പറ്റുന്നില്ല. പ്രോബബ്ലി അത് ഇപ്പൊ ഇങ്ങനെ ഡ്രൈനെസ് ഒക്കെ അതോടുകൂടി വരുന്നത് കൊണ്ടോ അങ്ങനെ വേറെയുള്ള ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു കാഴ്ചക്കുറവാവാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലഡ് ഷുഗർ ആണ്. നമുക്കിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഓപ്റ്റിക് ന്യൂറൈറ്റിസ് ആണ്, നമ്മൾ അതിന് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഏർലി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഡയബറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ ബ്ലഡ് ഷുഗർ ഒക്കെ വരുന്ന സമയത്തും നമുക്ക് ട്രാൻസിയന്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് കാഴ്ചക്കുറവ് വരുന്നു, പിന്നെ അത് മാറുന്നു. അപ്പൊ ഷുഗർ നോർമൽ ലെവലിലോട്ട് വരുമ്പോൾ കാഴ്ച ക്ലിയർ ആവുന്നു. അങ്ങനെ ഉള്ള കാരണങ്ങളൊക്കെ നമ്മൾ ആലോചിക്കണം. കാരണം ഇപ്പൊ പറയുന്ന കാഴ്ചക്കുറവ് ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്ന് പറയുന്ന ആയതുകൊണ്ടാണ് ഞാൻ എനിവേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സംശയത്തിൽ പൂർണ്ണമായി മാറി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ഹൈ മയോപ്പിയ കണ്ടീഷൻ ഒന്ന് പറയാമോ, അതുപോലെ തന്നെ ഹൗ ക്യാൻ ബി അപ്ലൈ ഫോർ ലോ വിഷൻ സർട്ടിഫിക്കറ്റ്? ഓക്കെ, ഹൈ മയോപ്പിയ ലോ വിഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം. കാരണം അത് നമുക്ക് ചെയ്യേണ്ടത് ഗവൺമെന്റിൽ തന്നെയാണ്. സോ നമുക്ക് ആദ്യം നമ്മൾ ഇപ്പൊ ഏതെങ്കിലും നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കാഴ്ച എത്രയാണ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ക്രൈറ്റീരിയകളുണ്ട്. സോ ആ ക്രൈറ്റീരിയക്ക് അകത്താണോ നിങ്ങൾ വരുന്നത് എന്നുള്ള ഒരു അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളെ അത് സർട്ടിഫിക്കറ്റ് തരുന്നത് ഡിസബിലിറ്റി ബോർഡ്, നമ്മുടെ മെഡിക്കൽ ബോർഡാണ്. അത് എപ്പോഴും ഗവൺമെന്റിന്റെ ഇതിലാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ എവിടെയാണ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തൽമോളജി കണ്ണാശുപത്രി ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള അവിടുത്തെ ഒരു മെഡിക്കൽ ബോർഡാണ് ഈ ഡിസബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഡിസബിലിറ്റി ഞാൻ ആ കാണിച്ച ആ ഒരു ചാർട്ട് വെച്ചാണ് അവർ റൈറ്റ് ഐയിൽ എത്ര, ലെഫ്റ്റ് ഐയിൽ എത്ര, വിഷ്വൽ ഫീൽഡ് എത്ര എന്നുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. സോ ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണണം, വിഷൻ ചെക്ക് ചെയ്യണം. ബെസ്റ്റ് കറക്റ്റഡ് വിഷ്വൽ അക്വിറ്റി അതാണ്, അത് ഇൻ ദ ബെറ്റർ ഐ അങ്ങനെയാണ് നമ്മൾ നോക്കുക. രണ്ട് കണ്ണിലും കാഴ്ചക്കുറവുണ്ട്, ഒരു കണ്ണിൽ തീരെ കണ്ണ് കാണുന്നില്ല എന്നാണെങ്കിൽ പോലും മറ്റേ കണ്ണിൽ എത്ര കാഴ്ചയുണ്ട്, ബെറ്റർ ഐയിൽ എത്ര കാഴ്ചയുണ്ട്, അത് കണ്ണാടി വെച്ച് എത്രമാത്രം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ണാടി വെച്ചോ സർജറി വെച്ചോ. സോ ബെസ്റ്റ് കറക്റ്റഡ് വിഷ്വൽ അക്വിറ്റി എത്രയുണ്ട് ഇൻ ദ ബെറ്റർ ഐ, അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുക. അപ്പൊ ഡിസബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. സോ ഹൈ മയോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് യൂഷ്വലി മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് മൈൽഡ് എന്ന് പറയുന്നത് 2 ഡയോപ്റ്റർ വരെയും 2 തൊട്ട് 6 ഡയോപ്റ്റർ വരെ മോഡറേറ്റും 6ൽ കൂടുതൽ മയോപ്പിയ വന്നാൽ അത് ഹൈ മയോപ്പിയ എന്നുള്ള കാറ്റഗറി വരും. ഈ ഹൈ മയോപ്പിയ എന്ന് പറയുന്നത് തന്നെ കണ്ണിന്റെ നീളം കൂടുതലാണ്, ആക്സിയൽ ലെങ്ത് ലോങ്ങർ ദാൻ നോർമലിനാണ്. നമ്മൾ അപ്പം അവിടം വരെ ഫോക്കസ് എത്തുന്നില്ല. നമുക്ക് റെറ്റിന വരെ ഫോക്കസ് എത്തിയാലേ റെറ്റിനയിൽ നിന്ന് നെർവിന് ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ കൊണ്ടുപോയി ക്ലിയർ കാഴ്ച കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഈ കണ്ണിന്റെ നീളം കൂടുതലുള്ളവർക്ക് ഒരു കോൺകേവ് ലെൻസ് നമ്മൾ അതിന്റെ മുമ്പിൽ കണ്ണടയായിട്ട് വെക്കുമ്പോഴേ ഈ റെറ്റിനയിലോട്ട് ഫോക്കസ് വരുന്നുള്ളൂ. ഹൈ മയോപ്പിയ ഇന്നത്തെ കാലത്ത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. കാരണം കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും മൊബൈല്, കമ്പ്യൂട്ടർ, ടാബ് ഇതിനെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ പഠിത്തം, നമ്മുടെ വർക്ക് എല്ലാം. നമ്മൾ ഇൻഡോർ ആയിരുന്നു, നമ്മൾ പുറത്തു പോകുന്നുണ്ടായില്ല, വീട്ടിനകത്ത് തന്നെ ഇരുന്നു. അപ്പൊ ഈ 2 കാര്യങ്ങൾ, എക്സസ് ഇൻഡോർ ആക്ടിവിറ്റി, ലാക്ക് ഓഫ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ആൻഡ് എക്സസ് ഡിജിറ്റൽ സ്ട്രെയിൻ. അതിലും സ്മോളർ ദ സ്ക്രീൻ, നിയറർ ദ സ്ക്രീൻ, മോർ ദ ഹാം. അപ്പൊ നമ്മൾ കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അതിനെ സ്മാർട്ട് ടിവിയിലോട്ട് കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം സ്ക്രീൻ എത്രത്തോളം വലുതാവുന്നോ, എത്രത്തോളം ദൂരെയാവുന്നോ അത്രയും കണ്ണിന് സ്ട്രെയിൻ കുറവാണ്. നല്ല വെളിച്ചത്തിൽ ഇരിക്കുക. ഓക്കെ, സോ നമ്മൾ ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഈ നിയർ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തത് കൊണ്ടും വീട്ടിന്റെ പുറത്ത് പോവാതിരുന്ന്, സൺലൈറ്റ് കിട്ടാതിരുന്ന്, ദൂരത്തേക്ക് നോട്ടം വരാതിരുന്നിട്ട് നമ്മുടെ കണ്ണിന്റെ നീളം ക്രമാതീതമായിട്ട് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മയോപ്പിയ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഓൾറെഡി മയോപ്പിയ ഉള്ളവർക്ക് പെട്ടെന്ന് അത് പ്രോഗ്രസ് ചെയ്തിട്ട് പ്രോഗ്രസീവ് മയോപ്പിയ എന്നൊരു കണ്ടീഷനിലോട്ട് പോയിട്ടുണ്ട്. മയോപ്പിയ ഇല്ലാത്തവർക്ക്, പേരൻസിനൊന്നും മയോപ്പിയ ഇല്ലാത്തവ കുട്ടികൾക്ക് പോലും ഇപ്പൊ മയോപ്പിയ കണ്ടുവരുന്നുണ്ട്. സോ ഈ മയോപ്പിയ, ഹൈ മയോപ്പിയ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ പെർമനന്റ് ആയിട്ട് പല ചേഞ്ചസും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. കാരണം കണ്ണിന്റെ നീളം കൂടുതൽ വരുന്നതനുസരിച്ച് ഈ റെറ്റിന അത്രമാത്രം ഇലാസ്റ്റിക് അല്ല. അതുകൊണ്ട് ഈ റെറ്റിന സ്ട്രെച്ച് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റെറ്റിനയിൽ വീക്ക് ഏരിയാസ് വരികയും അങ്ങനെ അത് ഹോൾസ്, ടയേഴ്സ് ആയിട്ട് വന്ന് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആയിട്ട് വരാം. മയോപ്പിയ കൊണ്ടുവരുന്ന മാക്യുലോപ്പതി ഉണ്ട്, കണ്ണിന്റെ ഒത്ത നടുക്കിനെ ബാധിക്കുന്ന. മയോപ്പിയ കൊണ്ടുവരുന്ന കാറ്ററാക്ട് ഉണ്ട്, ഗ്ലോക്കോമയുണ്ട്, മയോപ്പിക് കാറ്ററാക്ട്, മയോപ്പിക് ഗ്ലോക്കോമ സെക്കൻഡറി ടു just because of short sight. അപ്പൊ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉള്ളത് കൊണ്ട് മയോപ്പിയ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിലാണ് ഇത് ഏറ്റവും
ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ വളരുന്നത് തന്നെ മയോപ്പിയ കൂടാനുള്ള ഒരു കാരണമാണ്. പക്ഷെ വളർച്ച നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് നോൺ മോഡിഫയബിൾ ഫാക്ടറാണ്. പക്ഷെ മോഡിഫയബിൾ ഫാക്ടേഴ്സ്, ചെറിയ സ്ക്രീനുകൾ ഒഴിവാക്കുക, പഠനാവശ്യങ്ങൾക്ക് പോലും വലിയ സ്ക്രീൻ, ദൂരെയുള്ള സ്ക്രീനുകൾ ഉപയോഗിക്കുക, വീട്ടിന്റെ പുറത്തിരുത്തി പഠിക്കുക, കളിക്കുക, ഭക്ഷണം കൊടുക്കുക, കഥ പുസ്തകം വായിക്കുക, ഒക്കെ പുറത്തിരിക്കാൻ എൻകറേജ് ചെയ്യുക, സൺലൈറ്റ് എക്സ്പോഷർ എൻകറേജ് ചെയ്യുക, നല്ല ഫുഡ്, ഡിം ലൈറ്റിൽ ഇരുന്ന് വായിക്കരുത്, കിടന്ന് വായിക്കരുത്, കണ്ണ് തിരുമരുത്, ഇതെല്ലാം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. സോ ഹൈ മയോപ്പിയ എന്ന് പറയുന്നത് ജനറലി പറയുകയാണെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് അതിനെപ്പറ്റി പറയാനുണ്ട്. സോ ഐ തിങ്ക് ഞാൻ ഇത്രയും വെച്ച് നിർത്താം. വേറെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഹൈ മയോപ്പിയയെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. മറ്റൊരു ചോദ്യം ഉള്ളത്, മൈഗ്രെയിൻ മൂലം കാഴ്ചക്കുറവ് ഉണ്ടാകുമോ എന്നാണ്. ഓക്കെ, ഒഫ്താൽമിക് മൈഗ്രെയിൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഈ ഓറ എന്ന് പറയുന്ന വരുന്ന സംഭവത്തിൽ തന്നെ ഇങ്ങനെ നമുക്കൊരു ബ്രൈറ്റ് ആയിട്ട് ഒരു ഗ്ലെയർ ഉള്ള ഒരു സംഭവം വരും. അത് തന്നെ പലപ്പോഴും നമുക്കൊരു കാഴ്ചക്കുറവായിട്ട് കാണാം. പക്ഷെ അത് ട്രാൻസിയന്റ് ആണ്, ടെമ്പററി ആണ്, കുറച്ച് മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമാണ്. മൈഗ്രെയിൻ കാരണം കാഴ്ചക്കുറവ് വരാം, കാഴ്ചക്കുറവ് ഉള്ളവർക്ക് മൈഗ്രെയിൻ വരാം. ഇത് രണ്ടും വളരെ റിലേറ്റഡ് ആണ്. ഒരു ചെറിയ അസ്റ്റിഗ്മാറ്റിസം, ഒരു 0.5 അസ്റ്റിഗ്മാറ്റിസ് ആയിരിക്കാം, ഒരു വിധത്തിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. അങ്ങനെയുള്ളവർ കണ്ണാടി ഉപയോഗിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളിൽ കണ്ണാടി വെക്കുമ്പോൾ മൈഗ്രെയിൻ്റെ അറ്റാക്സ്, മൈഗ്രെയിൻ്റെ ഫ്രീക്വൻസി വളരെയധികം കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. സോ മൈഗ്രെയിന് ഒരു കാരണം ആ അണ്ടർലൈൻ കാഴ്ചക്കുറവായിരിക്കാം. മൈഗ്രെയിൻ കൊണ്ട് കാഴ്ചക്കുറവ് വരുന്നു എന്ന് പറയുന്ന അവസ്ഥ, മൈഗ്രെയിൻ എന്ന് പറയുന്നത് ബ്ലഡ് വെസലിന്റെ ഒരു രക്തയോട്ടക്കുറവും പിന്നെ പെട്ടെന്ന് വികസിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ രക്തയോട്ടക്കുറവ് കൊണ്ട് കണ്ണിനകത്തോട്ടുള്ള ഞരമ്പിലേക്കുള്ള രക്തയോട്ടം വ്യത്യാസം വരുന്നത് കൊണ്ട് ഞരമ്പ് കാരണം ഉള്ള കുറച്ച് കാഴ്ചക്കുറവുകളും അത് കാരണം വരുന്ന ഒരു ബ്ലഡ് പ്രഷറിലെ ഫ്ലക്ച്വേഷൻസ്, നോർമൽ ടെൻഷൻ, ഗ്ലോക്കോമ, അങ്ങനത്തെ കുറേ കാരണങ്ങൾ മൈഗ്രെയിനുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അങ്ങനെ മൈഗ്രെയിനും കാഴ്ചയുമായിട്ട് ഒരുപാട് റിലേഷൻ ഉണ്ട്. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, എനിക്കിപ്പോഴും കണ്ണിന് അസ്വസ്ഥതയാണ്, തലവേദനയുമുണ്ട്, ഡോക്ടറിനെ കണ്ടു, കണ്ണിന് ഡ്രൈനെസ് ഉണ്ട്, ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട്, പ്രഷർ നോർമലാണ്, ഡയബറ്റീസ് ഉണ്ട്, കണ്ണട ചേഞ്ച് ചെയ്തു, എങ്കിലും എപ്പോഴും എനിക്ക് പ്രോബ്ലം സോൾവ് ആയിട്ടില്ല. 58 വയസ്സുണ്ട്, ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുമുണ്ട്, റീഡ് ചെയ്യുമ്പോൾ തലവേദനയുണ്ട്, കണ്ണിന് ചുറ്റും പിരികത്തിന് താഴെയും പെയിനും ആൻഡ് ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാഡത്തിന് ഒന്ന് ഷുഗർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷുഗറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡ് ഷുഗറിന്റെ ഫ്ലക്ച്വേഷൻ കൊണ്ട് തന്നെ കാഴ്ച മങ്ങൽ വരാം. നമുക്ക് ഫാസ്റ്റിംഗ് ഷുഗർ 120 കൂടുന്നു, ഓരോ സമയത്തെയും ബ്ലഡ് ഷുഗർ 200 കൂടുമ്പോൾ നമ്മുടെ കണ്ണിനകത്ത് ഈ തിമിരം വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ, ഈ ലെൻസിന്റെ സൈസും ഷേപ്പും വ്യത്യാസം വരാം. ബ്ലഡ് ഷുഗർ കൂടുന്നതനുസരിച്ച് ആ സമയത്ത് ഇതിനകത്തോട്ട് സോർബിറ്റോൾ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് കൂടുകയും അതിനകത്തോട്ട് അത് വെള്ളത്തിനെ വലിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ ഈ ലെൻസ് ഇങ്ങനെ വീർത്ത് വരും, സ്വള്ളൻ ആവും. ആ വീർത്ത് വരുമ്പോൾ നമ്മുടെ ഫോക്കസ് കറക്റ്റ് റെറ്റിനയിൽ വീഴുന്നില്ല. അപ്പൊ പക്ഷെ ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ ഈ ലെൻസ് തിരിച്ച് പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഈ കാഴ്ചക്കുറവിൽ വ്യത്യാസം വരാം. കുറച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ലെൻസിന് പെർമനന്റ് ആയിട്ട് ഷേപ്പിൽ വ്യത്യാസം വന്ന് നമുക്ക് കണ്ണാടി തന്നെ മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാം. ഡയബറ്റിസ് ഉള്ളവർക്ക് കാറ്ററാക്ട് വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും ഏർലിയർ ആയിട്ട്, ചെറിയ പ്രായത്തിൽ 50 വയസ്സിൽ 60 ഒക്കെ, സാധാരണ നമ്മളൊരു 50-60 വയസ്സിലാണ് കാറ്ററാക്ട് വരുന്നത്. പക്ഷെ സാധാരണ വരുന്ന ഏജിനേക്കാളും നേരത്തെ കാറ്ററാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതും കാഴ്ച കുറയ്ക്കാം. ഡയബറ്റിസ് കണ്ണിന്റെ ഞരമ്പിനെ ബാധിച്ചാൽ ഒത്തനടുക്ക് നീർക്കെട്ട് വരികയോ പുതിയ രക്തക്കുഴൽ വന്ന് ബ്ലീഡ് ചെയ്യുകയോ ചെയ്താൽ ഡയബറ്റിക് റെറ്റിനോപ്പത്തി കൊണ്ട് കാഴ്ചക്കുറവ് വരാം. അങ്ങനെ കണ്ണിന്റെ പോളം മുതൽ ഒപ്റ്റിക് നെർവ് വരെ എല്ലാ ഓർഗനെയും കണ്ണിനകത്തുള്ള ഓരോ ലെയറിനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഡയബറ്റിസ്. അപ്പൊ ഡയബറ്റിസ് ഇവിടെ ഒരു റിസ്ക് ഫാക്ടറാണ്. മാം കണ്ണിന്റെ ഡോക്ടറെ ഒന്ന് കാണുക, റെറ്റിന ഡോക്ടറെ കാണിക്കുക, ഒരു ജനറൽ ഒഫ്തൽമോളജിസ്റ്റിനെ കണ്ടാലും മതി. നമുക്ക് കണ്ണാടി മാറ്റിയാൽ മാഡത്തിന് തെളിച്ചം വരുന്നുണ്ടോ, പക്ഷെ അങ്ങനെ പോകുന്ന ദിവസം ഷുഗർ നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവുക, എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന കണ്ണട നമുക്ക് കുറെ നാൾ കംഫർട്ടബിളി വെക്കാൻ പറ്റും. ഇപ്പൊ മാം കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്ത കണ്ണടയുടെ ചെക്ക് ചെയ്യുന്ന ദിവസം ഷുഗർ സപ്പോസ് 250-ഓ 300-ഓ നിൽക്കുന്ന സമയത്താണ് മാഡം ചെക്ക് ചെയ്തതെങ്കിൽ ആ കണ്ണട 2 ദിവസം കഴിയുമ്പോൾ മാഡത്തിന് യൂസ് ചെയ്യാൻ അൺകംഫർട്ടബിൾ ആവും. സോ ദാറ്റ് ഈസ് വൺ റീസൺ. ഇനി സെക്കൻഡ് റീസൺ, മാം ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓൺലൈൻ ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏത് സ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും, ഇപ്പൊ ചെറിയ സ്ക്രീൻ എത്രത്തോളം ചെറുതാവുന്നു അടുത്താവുന്നു അത്രയും സ്ട്രെയിൻ കൂടും. നമുക്ക് നമ്മുടെ കണ്ണിലെ മസിൽ ഒരുപാട് സമയം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഐ ഡിസ്കംഫർട്ട് വരുന്നത്. ഇപ്പൊ ഇമാജിൻ ചെയ്യൂ,
നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം പിടിച്ചിട്ടുണ്ട്. വലിയൊരു എഫേർട്ടുള്ള ഒരു ജോലിയാണോ? ഒട്ടുമല്ല. നമുക്കിപ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളം പിടിച്ച് നമ്മൾ കുറച്ച് സമയം ഇരുന്നു, 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ കയ്യിലെ മസിൽ നമുക്ക് എത്രമാത്രം വേദന എടുക്കും. അതേപോലെ നമ്മുടെ കണ്ണിനകത്തെ ഒരു മസിൽ ടൈറ്റ് ആയിട്ടാണ് നമുക്ക് ഈ നിയറിൽ ഫോക്കസ് വരുന്നത്. സോ ആ മസിൽ നമ്മൾ മണിക്കൂറുകളോട് റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ കൈ വേദന വരുന്ന പോലെ ആ മസിലിന് വേദന വരും. ആ വേദന വരുന്നത് നമുക്ക് കണ്ണിന്റെ ചുറ്റുമാണ്. പെരി ഓർബിറ്റൽ, റിട്രോ ഓർബിറ്റൽ പെയിൻ ആയിട്ടാണ്. അതാണ് മാം പറയുന്നത് ഈ പുരികത്തിന്റെ താഴെ കണ്ണിന് ചുറ്റും വേദന. സോ ആ വേദന വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കണ്ണിനകത്തെ മസിലിന്റെ സ്ട്രെയിൻ ആണ്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ബ്രേക്സ് എടുക്കാൻ പറയുന്നത്. ഈ ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് താഴെ വെച്ചാൽ നമ്മുടെ കയ്യിന് വേദന വരില്ലല്ലോ. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ മസിൽ റിലാക്സ് ചെയ്യണം. ഈ മസിൽ ഫുള്ളി റിലാക്സ് ചെയ്യുന്നത് 20 അടി ദൂരത്തിലേക്ക് നോക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ 20 മിനിറ്റ് കൂടുമ്പോൾ 20 സെക്കൻഡ് നേരമെങ്കിലും ബ്രേക്ക് എടുത്ത് 20 അടി ദൂരത്തിലേക്ക് നോക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ റൂം ബ്രൈറ്റ്നസ് നല്ല വെളിച്ചമുള്ള മുറിയിൽ ഇരിക്കുക, റെഗുലർ ആയിട്ട് ബ്രേക്സ് എടുക്കുക, കണ്ണിടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുക, കോൾഡ് കംപ്രസ് തണുത്ത വെള്ളത്തിൽ തുണിയോ പഞ്ഞിയോ മുക്കി വെക്കുക, ലൂബ്രിക്കേഷന്റെ ഡ്രോപ്പ് ഉപയോഗിക്കുക, ഡയബറ്റിസ് നല്ല കൺട്രോളിൽ വെക്കുക. അങ്ങനെ കൺട്രോൾ ആയിട്ടുള്ള സമയത്ത് മാഡം കണ്ണാടി ചെക്ക് ചെയ്യുക. കാരണം മാമിന് ഇപ്പോൾ ദൂരക്കാഴ്ചയ്ക്കും അടുത്ത കാഴ്ചയ്ക്കും കണ്ണാടി വേണ്ട ഒരു അവസ്ഥയാണ്. 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. ഇതിനെ പലരും ലോങ് സൈറ്റ് എന്ന് പറയാറുണ്ട്. അത് ലോങ് സൈറ്റ് അല്ല, പ്രസ് ബയോപ്പിയ എന്നാണ് അതിനെ പറയുന്നത്. വെള്ളെഴുത്ത് 40 സെന്റിമീറ്റർ 30 സെന്റിമീറ്ററിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ മാമിന് രണ്ടും കൂടിയുള്ള കണ്ണാടി വേണ്ടി വരും. അപ്പോൾ ആ കണ്ണാടിയിൽ ഒരു UV പ്രൊട്ടക്ഷൻ, ബ്ലൂ പ്രൊട്ടക്ഷൻ ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് ആ കണ്ണാടിയുടെ കറക്റ്റ് പോർഷനിൽ കൂടി നോക്കണം. ആ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ 3 സോൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. മുകൾ ഭാഗം ദൂരെ കാണാൻ, മിഡിൽ പോർഷൻ ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് കമ്പ്യൂട്ടർ പോലെയുള്ള 90 സെന്റിമീറ്റർ കാണാൻ, താഴത്തെ ഭാഗം 30-40 സെന്റിമീറ്ററിൽ നിയർ ഡിസ്റ്റൻസ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ ഡിസ്റ്റൻസിൽ നമ്മൾ മുകൾ ഭാഗത്ത് കൂടിയോ താഴത്തെ ഭാഗത്ത് കൂടിയോ നോക്കിയാൽ മാഡത്തിന് അൺകംഫർട്ടബിൾ ആവും. കാരണം നമുക്ക് മിഡിൽ പോർഷൻ ആണ് നമുക്ക് കമ്പ്യൂട്ടർ വെക്കേണ്ടത്. സോ അതിനനുസരിച്ച് നമ്മുടെ ഓഫീസ് എർഗണോമിക്സ്, മാഡം ഇരിക്കുന്ന സ്ഥലവും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടർ വെക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ സെന്റർ പോയിന്റ്, മാഡം കമ്പ്യൂട്ടറിലാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സെന്റർ പോർഷൻ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ അതിന് ഒരു 15 ഡിഗ്രി ആംഗിൾ താഴോട്ട് വരണം. അപ്പോൾ ഒരു പൊടിക്ക് നമുക്ക് താഴോട്ടാണ് നമ്മൾ നോക്കേണ്ടത് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ. അതാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഇതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഓൺലൈൻ കയറി ഓഫീസ് എർഗണോമിക്സ് ടു അവോയ്ഡ് ഡിജിറ്റൽ സ്ട്രെയിൻ, ടു അവോയ്ഡ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞ് നോക്കിയാൽ നമുക്ക് ഒരുപാട് ടിപ്സ് നമുക്ക് കിട്ടും. അതെല്ലാം നോക്കി അതെല്ലാം നമ്മുടെ പ്രാക്ടീസിൽ കൊണ്ടുവരാം. ഒരു ഐ ചെക്കപ്പ് ചെയ്തിട്ട് ഈ വെക്കുന്ന കണ്ണാടിയുടെ പവറും കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ എന്ന് ചെക്ക് ചെയ്യുക, റെറ്റിനോപ്പത്തി ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ കണ്ണ് മാത്രം ആയിക്കൊള്ളണമെന്നില്ല മാഡത്തിന് ഈ പെയിൻ വരാനുള്ള കാരണം. നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോഴാവട്ടെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴാവട്ടെ നമ്മുടെ നെക്കിന് നല്ല സ്ട്രെയിൻ വരുന്നുണ്ട്. നമ്മൾ അറിയാതെ കമ്പ്യൂട്ടറിലാവുമ്പോൾ നമ്മുടെ നെക്കിങ്ങനെ മുമ്പോട്ട് പോകും. നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം, നമ്മുടെ ഷോൾഡറിനേക്കാളും ഒരു പൊടിക്ക് മുമ്പിലാണ് നമ്മുടെ ചെവി ഉള്ളതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ നെക്ക് മസിലിന് സ്ട്രെയിൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിൻ ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്ത് നേരെ ബാക്കിലോട്ട് ആക്കുക, കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് മുമ്പോട്ടും തല കൊണ്ട് പുറകോട്ടും ഇങ്ങനെ പ്രഷർ കൊടുക്കുക. അതുപോലെ കൈ രണ്ടും ഷോൾഡറിൽ നല്ല പോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് മസിൽസ് റിലാക്സ് ചെയ്യും. വേണമെങ്കിൽ ഒന്നൊരു ഓർത്തോപീഡിഷ്യനോ ഫിസിക്കൽ മെഡിസിൻ ഡോക്ടറെയോ കണ്ടിട്ട് ആ നെക്ക് മസിൽ നമ്മൾ സ്ട്രെയിൻ കുറച്ചാൽ, കാരണം നെക്ക് മസിലിന് സ്ട്രെയിൻ വരുമ്പോഴും നമുക്കിവിടെ റെഫേർഡ് ഹെഡേക്ക് വരും. സോ അതും നമ്മൾ ആലോചിക്കണം. പിന്നെ ENT കാരണങ്ങൾ, ഡെന്റൽ കാരണങ്ങൾ, സ്ട്രെസ്, മൈഗ്രെയിൻ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കണ്ണിന്റെ ചുറ്റും വേദന വരും, സൈനസൈറ്റിസ് ഒക്കെ. അപ്പൊ അതൊക്കെ റൂൾ ഔട്ട് ചെയ്യും. മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് 100% വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആൾക്ക് സർവീസ് സെന്ററുകൾ മറ്റ് എവിടെയാണ് ഉള്ളത്, സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. 100% വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, സോ ഇത് ഒരുപാട് നമുക്ക് സപ്പോർട്ട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്, ഇപ്പൊ നമ്മുടെ അതത് ലോക്കൽ സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ കണ്ണാശുപത്രി, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തൽമോളജി, അവിടെ ഒരു പുനർജ്യോതി എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ട്, വിച്ച് ഇസ് എ വോളണ്ടറി ഓർഗനൈസേഷൻ വിച്ച് ഇസ് വെരി ഗുഡ്. അത് വളരെ നല്ല ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. വിഷ്വൽ റീഹാബിലിറ്റേഷൻ ആയിട്ടും ഇങ്ങനെ കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ട്രെയിൻ ചെയ്യാനും, ഇതിന് കമ്പ്യൂട്ടറിൽ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ക്രീനുകളുണ്ട്, ഈ വലിയതായിട്ട് കാണാനും ടച്ചിൽ ബ്രെയിലിൽ തീരെ കാഴ്ചക്കുറവുള്ളവർക്ക് ബ്രെയിൽ വെച്ച് ചെയ്യാനും ഒക്കെ ഉള്ളത്. സോ അങ്ങനെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തൽമോളജി നമ്മുടെ
കേരളത്തിലുള്ള ആർക്കും അത് അപ്രോച്ച് ചെയ്ത് അവിടെ നമുക്ക് അവരുടെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ നമുക്ക് മെയിനായിട്ട് എല്ലാ ഗവൺമെന്റ് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറേ നമുക്ക് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരുടെയൊക്കെ സഹായം നമുക്ക് എടുക്കാവുന്നതാണ്. LV പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ശങ്കർ നേത്രാലയ, അങ്ങനത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ ഒരുപാട് അവർ ലോ വിഷ്വൽ എയ്ഡ്സും അതുപോലെ ലോ വിഷൻ റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം ഈ പറഞ്ഞ വലിയ ഹോസ്പിറ്റൽസിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് 1-2 സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് നമുക്ക് മെഷേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. പിന്നെ ഈ വിഷ്വൽ ഡിസബിലിറ്റി എത്രത്തോളം സിവിയർ ആണെന്നുള്ളത് അനുസരിച്ച് അതിന് വേണ്ട ഗവൺമെന്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടും. ഇപ്പൊ വൈറ്റ് കെയിൻ, ഇപ്പൊ കെയിൻസ് മാത്രമല്ലാതെ ഇപ്പൊ വൈറ്റ് കെയിനിൽ തന്നെ എത്രമാത്രം മോഡിഫിക്കേഷൻസ് ഉള്ള കെയിൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മുടെ നമുക്ക് ഓഡിയോ മെസ്സേജസ് തരും. അത് ഇങ്ങനെ നമ്മൾ പോകുന്ന സ്ഥലത്ത് മുമ്പ് എന്തെങ്കിലും ഉണ്ടോ, ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നൊക്കെ പറയുന്ന വിധത്തിൽ അങ്ങനെ ഒരുപാട് പിന്നെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, അതുകൊണ്ട് നമുക്കൊരു ഇൻപുട്ട് കിട്ടുന്ന, അങ്ങനെ മോഡേൺ ഒരുപാട് ഇപ്പൊ റീസെന്റ് തന്നെ അരവിന്ദിൽ അവർ കുറെ പ്രത്യേകതരം ലോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അരവിന്ദ് ഐ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്തൽമോളജി, ഇവിടെ എല്ലാം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Does this doctor treat any pediatric cases എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പീഡിയാട്രിക് ഒഫ്തൽമോളജിസ്റ്റ് ആണ് ഞാൻ ജനറൽ ഒഫ്തൽമോളജി കഴിഞ്ഞിട്ട് എൻ്റെ സ്പെഷ്യൽ ട്രെയിനിങ് പീഡിയാട്രിക് ഒഫ്തൽമോളജിയിലായിരുന്നു. പീഡിയാട്രിക് മെഡിസിൻ അല്ല, പീഡിയാട്രിക് ഒഫ്തൽമോളജി ട്രീറ്റ് ചെയ്യുന്നവരാണ്. ഒരു ഐ ടെസ്റ്റ് റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. -12 റൈറ്റ്, -13 ലെഫ്റ്റ് ഐ ആണ്. ഇത് ലോ വിഷൻ കാറ്റഗറി ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കാഴ്ചയുടെ പവർ അല്ല നമ്മുടെ വിഷ്വൽ ഡിസബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. ഈ -12 വെച്ച് -13 വെച്ച് എത്ര കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ലോ വിഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിഷ്വൽ അക്വിറ്റി വിത്ത് ദ ബെസ്റ്റ് കറക്ഷൻ. -12 -13 വെച്ചിട്ട് എത്രമാത്രം കാഴ്ചയുണ്ട്. സപ്പോസ് നമുക്കതൊരു 90% കാഴ്ച കിട്ടുന്നുണ്ട്, 100% അല്ല പോട്ടെ, ഒരു 70%, 75%, 6/12 ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ലോ വിഷൻ കാറ്റഗറിയിൽ നമ്മൾ വരുന്നില്ല. അതുപോലെ ഈ കണ്ണാടി വെക്കുന്നത് നമ്മുടെ വിഷ്വൽ ഫീൽഡിനെ ബാധിക്കുന്നുണ്ടോ, അതും നമുക്ക് ഒരു കാഴ്ചക്കുറവുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. സോ പവർ അല്ല നമ്മുടെ കൺസേൺ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കാഴ്ചയും നമ്മുടെ വിഷ്വൽ ഫീൽഡുമാണ് ലോ വിഷൻ ആണോ അല്ലോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. മറ്റു ചോദ്യങ്ങളോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ സർവീസുകളോ അന്വേഷിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നിരാസിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ അനിത മാഡത്തിനുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനി അടുത്ത നിരാസ് സെഷൻ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന വിഷയത്തിൽ 2026 ജനുവരി മാസം 2ാമത്തെ ആഴ്ച നടത്തുന്നതാണ്. ഈ മീറ്റിംഗിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിരാസ് ടീമുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിന് തുടർന്നുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ മീറ്റിംഗിൽ ലീവ് ചെയ്യാവുന്നതാണ്.